ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസ്. ഇന്ത്യൻ പൊളിറ്റിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഇന്ത്യൻ പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ക്രൗൺ റൂളായിരുന്നു ചർച്ച ചെയ്തു വരുന്നത് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയായിരുന്നു നമ്മൾ അവസാനമായിട്ട് നിർത്തിയത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 അല്ലേ, 1858 വന്ന വളരെ പ്രധാനപ്പെട്ട ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ഇന്ന് നമുക്ക് പറയാൻ കുറച്ചധികം ആക്റ്റുകളുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി ലക്ഷ്യം വെക്കുന്നത് 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ട്, 1892 ഇന്ത്യൻ കൗൺസിൽ ആക്ട്, 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ടും അതുപോലെ തന്നെ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വരെ ഇന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ആ രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകാം. ഇതിൽ കുറച്ചധികം സമയമെടുത്ത് പറയാനുള്ള കാര്യം 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. സോ അതാണ് നമുക്ക് കുറച്ച് സമയം എടുത്ത് പറയാനുള്ളത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറയുമ്പം കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി പഠിപ്പിച്ചിട്ട് മാത്രമേ നമ്മൾ മുന്നോട്ടേക്ക് പോകത്തുള്ളൂ. സോ കൂടുതൽ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ക്ലാസ് ആണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അതുപോലെ ബ്രിട്ടീഷ് ക്രൗണും നടപ്പിലാക്കി വരുന്ന പ്രധാനപ്പെട്ട ഒരുപാട് നിയമങ്ങൾ ഇങ്ങനെ പഠിച്ചു വരികയാണല്ലേ. സോ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോവുകയാണ്. എന്താണ്? ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861. ഓൾറെഡി ഞാൻ പറഞ്ഞു 3 കൗൺസിൽ ആക്ട് അല്ലേ. 1861, അതുപോലെ 1892, അതുപോലെ 1909 3 കൗൺസിൽ ആക്ട് നമുക്ക് വരാനുണ്ട്. 3 ഒന്നിച്ച് തന്നെ നമുക്ക് പഠിക്കാം, ഒരു പാക്കേജ് പോലെ പഠിക്കാം എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ക്ലാസ് ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതിൽ ആദ്യത്തെ പാക്കേജാണ് എന്ത്? ആദ്യത്തെ കാര്യമാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861, 1861 വന്ന ഇന്ത്യൻ കൗൺസിൽ ആക്ട്. ഇത് ആരുടെ കാലഘട്ടത്തിലാണ് വരുന്നത്? ബ്രിട്ടീഷ് ക്രൗണിന്റെ കാലഘട്ടത്തിലാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓൾറെഡി തുരത്തി ഓടിച്ചിട്ടുണ്ടല്ലേ. ഇവിടെ വന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്കാരുടെ രാജ്യമാണല്ലേ. അവിടെ വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ വരുന്ന ബോഡിയിലൊന്നും എന്താണ് നമ്മുടെ ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവ്സ് ഇല്ലാത്തത് പരക്കെ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് 1857 സെപ്പോയി മ്യൂട്ടിനി പോലും നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇങ്ങനെ എന്താണ് നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യക്കാരുടെ രാജ്യത്ത് നിന്നും അഡ്മിനിസ്ട്രേഷൻ പരമായുള്ള കാര്യങ്ങളിൽ അവരെ കൂടെ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ വളരെ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് 1857 സെപ്പോയി മ്യൂട്ടിനിയിലൂടെ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് റെപ്രസെൻറ്റേറ്റീവ് അതോറിറ്റീസ് അല്ലെങ്കിൽ പ്രതിനിധി സഭകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നിയമനിർമ്മാണ പ്രക്രിയ, നിയമങ്ങൾ നിർമ്മിക്കുന്ന ആ ഒരു പ്രക്രിയയിൽ നമ്മുടെ കൂടുതൽ ഇന്ത്യക്കാരെ കൂടെ ഉൾപ്പെടുത്തണം എന്നൊരു പരാമർശം വന്ന ആക്റ്റാണ് 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ട്. പ്രതിനിധി സഭകളിൽ എന്താണ് നിയമനിർമ്മാണ പ്രക്രിയയിൽ നമ്മുടെ ഇന്ത്യക്കാരെയും ഉൾപ്പെടുത്തുന്നതിന് ഒരു തുടക്കം കുറിച്ച നിയമം എന്ന് 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ടിനെ പറയാൻ വേണ്ടി സാധിക്കും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിയമനിർമ്മാണ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഇന്ത്യക്കാരുമായിട്ട് ബന്ധപ്പെട്ട നിയമനിർമ്മാണമാണ്. അത് ബ്രിട്ടീഷുകാർ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നിർമ്മിക്കുന്നു അല്ലെ. അതിൽ നമ്മുടെ ഇന്ത്യക്കാരെ കൂടെ ഉൾപ്പെടുത്തണമെന്ന് 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ട് പറയുന്നു. അത് ബ്രിട്ടീഷുകാർക്ക് പെട്ടെന്ന് ബോധോദയം ഉണ്ടായതല്ല. അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. 1857 ശക്തമായ പ്രതിഷേധം കണ്ട സമയത്ത് തന്നെ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇത് നമ്മൾ അധികം നമ്മുടെ ഈ പരിപാടികൾ നടക്കില്ല, ഇന്ത്യക്കാർ സ്ട്രോങ് ആണെന്ന് മനസ്സിലാവുകയും അങ്ങനെ നിയമനിർമ്മാണ പ്രക്രിയയിൽ ഇന്ത്യക്കാരെയും ഉൾപ്പെടുത്തുന്നതിന് തുടക്കം കുറിച്ച ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരം പറയും? ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1867 ആണല്ലേ. സോ അങ്ങനെ ഈ ഒരു നിയമപ്രകാരം വൈസ്രോയ് തൻ്റെ കൗൺസിലിൽ അനൗദ്യോഗിക അംഗങ്ങളായിട്ട് ചില ഇന്ത്യക്കാരെ കൂടെ നാമനിർദ്ദേശം ചെയ്യണമെന്ന രീതിയിൽ വ്യവസ്ഥ വയ്ക്കുകയും ചെയ്തു അല്ലേ. അങ്ങനെ വൈസ്രോയ് തൻ്റെ അൺഒഫീഷ്യലായിട്ട് വരുന്ന മെമ്പേഴ്സ് എന്ന രീതിയിൽ കുറച്ച് ഇന്ത്യക്കാരെ കൂടെ ഉൾപ്പെടുത്തണം എന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവരികയും അങ്ങനെ ഈ 1861 നിയമം പ്രകാരം 1862 സമയത്ത് വൈസ്രോയുടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നമ്മുടെ 3 ഇന്ത്യക്കാർ വന്നു. വൈസ്രോയുടെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിയമനിർമ്മാണ ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോൾ നിയമമാണല്ലേ. നിയമനിർമ്മാണ സഭയിലേക്ക് നിയമനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവിനെ കൊണ്ടുവരാൻ എക്സിക്യൂട്ടീവ് കൗൺസിൽ 1909 ആക്ടിൽ നമുക്ക് പറയാനുണ്ട്. ആ ഒരു പേരുകളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. എക്സിക്യൂട്ടീവ് കൗൺസിൽ വന്ന
നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തോർമ്മയുണ്ടാവും? സത്യേന്ദ്ര പ്രസാദ് സിൻഹയുടെ പേരൊക്കെ ഇല്ലേ? സത്യേന്ദ്ര പ്രസാദ് സിൻഹയൊന്നും ഇവിടെ വരുന്നില്ല. ഇവിടെ എന്താണ്? ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആണല്ലേ. ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുമ്പോൾ നിയമ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട സഭയിൽ എന്താണ് 3 ഇന്ത്യക്കാരെ അന്ന് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ വൈസ്രോയി 3 ഇന്ത്യക്കാരെ നോമിനേറ്റ് ചെയ്തു. ആരൊക്കെയാണ് ആ ഒരു 3 ഇന്ത്യക്കാർ എന്ന രീതിയിൽ പരീക്ഷയ്ക്ക് ചോദ്യം വരാറുണ്ട്. ആദ്യത്തെ വ്യക്തിയാണ് ബനാറസിലെ രാജാവ് അല്ലെ, കിങ് ഓഫ് ബനാറസ്. ബനാറസ് കിങ് ആണ് ആദ്യത്തെ വ്യക്തി വരുന്നത്. എന്താണ്? ബനാറസ് കിങ് ആണ് ആദ്യത്തെ വ്യക്തി. ബനാറസിലെ രാജാവ് ആദ്യത്തെ വ്യക്തിയായിട്ട് വന്നു. രണ്ടാമത്തെ എന്താ? പാട്യാല മഹാരാജാവാണ് അല്ലെ. ആരാണ്? പാട്യാല കിങ് രണ്ടാമത്തെ വ്യക്തിയായിട്ട് വന്നു. ഓക്കെ, പാട്യാല കിങ് മഹാരാജാവ് രണ്ടാമത്തെ വ്യക്തിയായിട്ട്. മൂന്നാമത്തത് സർ ദിനകർ റാവുവും വന്നു. 3 പേരുണ്ട്. ആരൊക്കെയാണ്? ഒന്ന് ബനാറസ് രാജാവ്, മറ്റൊന്ന് പാട്യാല മഹാരാജാവ്, അതുപോലെ എന്താണ്? സർ ദിനകർ റാവു. 3 പേരും അവിടെ പഠിച്ചു വെച്ചു. സർ ദിനകർ റാവു. ആരൊക്കെയാണ് ഇത്തരത്തില് നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരെ നടത്തി വരുന്ന നിയമനിർമ്മാണ സഭയിലേക്ക് ഉൾപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1862 ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഈ 3 ഇന്ത്യക്കാർ വരുന്നത്. ഒരു വ്യക്തിയാണ് ബനാറസ് രാജാവ്, മറ്റൊന്നാണ് പാട്യാല മഹാരാജാവ്, മറ്റൊന്നാണ് സർ ദിനകർ റാവു. ഓക്കെ, 3 പേരും പഠിച്ചു വെക്കണം. അത് പരീക്ഷയ്ക്ക് ചോദ്യങ്ങളായിട്ട് വരാനുള്ള സാധ്യത വളരെ വളരെ അധികമാണ്. 3 പേര് നമ്മളിന്ന് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ എന്താണ്? അതുവരെ സൂക്ഷിച്ചു വന്നിട്ടുണ്ടായിരുന്ന കേന്ദ്രീകൃത ഭരണം പടിപടിയായിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861 മുൻകൈ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് എന്താണ്? സെൻട്രൽ ലെവലിൽ മാത്രമല്ല പ്രൊവിൻസിന് കൂടെ പ്രാധാന്യം ലഭിക്കാൻ വേണ്ടി തുടങ്ങിയല്ലേ. സോ അങ്ങനെ ഈ ഒരു നിയമപ്രകാരം പിന്നീട് വന്ന 1862, അതുപോലെ 1886, അതുപോലെ 1897 ഈ ഒരു 3 വർഷങ്ങളായിട്ട് യഥാക്രമം നമ്മൾ പറയുമ്പോൾ ബംഗാള്, അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ പ്രവിശ്യകൾ, പഞ്ചാബ് എന്നിവിടങ്ങളിൽ എന്താണ് പുതിയ നിയമനിർമ്മാണ സമിതികൾ കൂടെ രൂപീകരിക്കപ്പെട്ടു അല്ലെ. ഇത്തരം പ്രവിശ്യകളിൽ എന്താണ് 1862 ബംഗാൾ, 1862 ബംഗാൾ, അതുപോലെ തന്നെ 1886 എന്താണ് നമ്മുടെ വടക്ക് കിഴക്കൻ പ്രവിശ്യകളിലും, അതുപോലെ 1897 എന്താണ് പഞ്ചാബിലും പുതിയ നിയമനിർമ്മാണ സമിതികൾ രൂപീകരിക്കപ്പെട്ടു. ഇതിന്റെ കാരണം എന്താണ്? സെൻട്രൽ ലെവലിൽ നിന്നും പ്രൊവിൻസിലേക്ക് അധികാരങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു കേന്ദ്രീകൃത ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയുടെ തുടക്കമാണ് 1861 ഈ വന്ന കാര്യമല്ലേ. ഇതിന്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ട് എന്താണ് ബംഗാൾ, അതുപോലെ വടക്ക് കിഴക്കൻ പ്രവിശ്യകൾ, പഞ്ചാബ് എന്നിവിടങ്ങളിൽ എന്താണ് പുതിയ നിയമനിർമ്മാണ സഭകൾ രൂപീകരിക്കുന്ന കാര്യവും വന്നു. അതുപോലെ തന്നെ എന്താണ് കാനിങ് പ്രഭു എന്താണ് പോർട്ട്ഫോളിയോ സിസ്റ്റം അല്ലെങ്കിൽ വകുപ്പ് സമ്പ്രദായം കൊണ്ടുവരികയും ചെയ്തത് 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ടിന്റെ പരിണിത ഫലമായിട്ടാണ്. ഓരോ കാര്യങ്ങൾ നമുക്ക് സ്ലൈഡിൽ നോക്കാം. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെയുണ്ട്. ഞാൻ ആദ്യം പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അവിടെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. സ്ലൈഡിൽ ഞാൻ പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇവിടെ ഞാൻ ആദ്യം പറയുന്ന സമയത്ത് പല കാര്യങ്ങളും കണക്ട് ചെയ്യാതെയാണ് പറയുന്നത്. ജസ്റ്റ് ഫാക്ട്സ് ഓടിച്ചു പോകുന്നേ ഉള്ളൂ. ഓൾറെഡി എന്താണ് പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് മുൻപ് കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ കേട്ടവർക്ക് ആ ഒരു കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ട് എത്താൻ വേണ്ടി സാധിക്കും. ബട്ട് ആദ്യമായിട്ടാണ് ഇതുവരെ നിങ്ങൾ പൊളിറ്റിയെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളുകളാണെങ്കിൽ ഞാൻ ആദ്യം പറയുന്ന കാര്യങ്ങൾ എല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്ന് കരുതി അവരെ ഞാൻ അവഗണിക്കുന്നില്ല. അത് നമ്മൾ എന്താണ് സ്ലൈഡിൽ പറയുന്ന സമയത്ത് അത് ശരിയാക്കിയിട്ട് തന്നെ നമ്മളവരും എല്ലാം കണക്ട് ചെയ്തിട്ട് സ്ലൈഡിൽ നമ്മൾ പോകത്തുള്ളൂ. ആദ്യം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്തൊക്കെയാണ് പറയുന്നത്? ആഫ്റ്റർ ദ ഗ്രേറ്റ് റിവോൾട്ട് ഓഫ് 1857 1887 സെപ്പോയ് മ്യൂട്ടിൻ അല്ലെങ്കിൽ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഒരു പ്രതിഷേധമല്ല ഇന്ത്യക്കാരുടെ പ്രതിഷേധം. ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഫെൽറ്റ് ദ നെസസിറ്റി ഓഫ് സീക്കിംഗ് ദ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യൻസ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ കൺട്രി. അതായത് നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് എന്താണ് നമ്മൾ ഇന്ത്യക്കാർ ഇല്ലാത്തൊരു നിയമനിർമ്മാണ സഭ അല്ലേ. സോ അതിനെതിരായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് 1857 സെപ്പോയ് മ്യൂട്ടിന് പോലും ഉണ്ടായത്. സോ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇത് അത്ര പന്തിയില്ല കാര്യങ്ങൾ, മുന്നോട്ടേക്ക് നമുക്ക് അധികം പോകാൻ വേണ്ടി പറ്റത്തില്ല. ബ്രിട്ടീഷുകാരെ നടപ്പിലാക്കുന്ന നിയമനിർമ്മാണങ്ങളിൽ എന്താണ് തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യക്കാരെ വേണം. കാരണം ഇന്ത്യക്കാരുടെ രാജ്യമാണിത്. ഓക്കെ, ഇന്ത്യക്കാരുടെ രാജ്യമാണ്. അവിടെ നിയമനിർമ്മാണം നടപ്പിലാക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രതിനിധികൾ വേണമെന്ന ബോധോദയം എങ്ങനെയാണ് വന്നത്? 1857 ശക്തമായിട്ടൊരു തിരിച്ചടി കിട്ടിയ സമയത്ത് ബ്രിട്ടീഷുകാർക്ക് ആ ഒരു ബോധോദയം വന്നു. ബട്ട് ബ്രിട്ടീഷുകാർ എന്താണ് അത് ബുദ്ധിപൂർവ്വം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പുറത്താക്കാനുള്ള ഒരു മാർഗമായിട്ട് കൂടെ അവർ എടുക്കുകയും ഡയറക്റ്റ് ടൗൺ അധികാരത്തിലേക്ക് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് എങ്കിൽ പോലും അതിനുശേഷം വന്ന 1861 കൗൺസിൽ ആക്ടിൽ എന്താണ് കൂടുതൽ ഇന്ത്യൻ റെപ്രസെന്റേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക്
തീരുമാനമെടുക്കേണ്ടതായിട്ട് വന്നു. ഇറ്റ് മെയ്ഡ് ബിഗിനിങ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ അസോസിയേറ്റിംഗ് ഇന്ത്യൻ വിത്ത് ലോ മേക്കിംഗ് പ്രോസസ്. അതായത് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് എന്താണ് നമ്മുടെ ഇന്ത്യക്കാരുടെ സാന്നിധ്യം ഈ പറയുന്ന നിയമത്തിലൂടെ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. It thus provided the Viceroy should nominate some Indians as non-official members of his expanded council. അദ്ദേഹത്തിന് എന്താണ് ആളുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച കൗൺസിലിലേക്ക് എന്താണ് ചില ഇന്ത്യക്കാർ അല്ലെങ്കിൽ കുറച്ച് ഇന്ത്യക്കാരെ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സായിട്ട് നിർബന്ധമായിട്ട് തെരഞ്ഞെടുത്തിരിക്കണം എന്നൊരു കാര്യം കൂടെ ഈ ഒരു ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861 കൊണ്ടുവന്നു. ഇൻ 1862 അതിൻ്റെ പരിണിത ഫലമായിട്ട് എന്താണ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ 1862 ലോർഡ് കാനിങ്, അന്നത്തെ വൈസ്രോയാണ് ലോർഡ് കാനിങ്, ദെൻ വൈസ്രോയി നോമിനേറ്റഡ് 3 ഇന്ത്യൻസ് ടു ഇറ്റ്സ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അദ്ദേഹത്തിൻ്റെ അന്നത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നിയമനിർമ്മാണ സഭയിലേക്ക് 3 ഇന്ത്യക്കാരെ കൊണ്ടുവന്നു. ആരൊക്കെയാണത്? രാജ ഓഫ് ബനാറസ് അല്ലെങ്കിൽ അന്നത്തെ കിങ് ഓഫ് ബനാറസ്, അതുപോലെ മഹാരാജ ഓഫ് പാട്യാല ആൻഡ് സർ ദിനകർ റാവു. ആരൊക്കെയാണ് ആ ഒരു 3 പേര് എന്ന രീതിയിൽ ഓർത്തു വെക്കണം. ഇത്തരത്തിൽ ആദ്യമായിട്ട് വന്ന 3 വ്യക്തികളാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, വൈസ്രോയിയുടെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയിലേക്ക് സ്വാഗതം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ പ്രവേശനം ലഭിച്ച 3 ഇന്ത്യക്കാർ ആരൊക്കെയാണ്? 1862 രാജ ഓഫ് ബനാറസ്, മഹാരാജ ഓഫ് പാട്യാല, അതുപോലെ സർ ദിനകർ റാവു. ആ ഒരു 3 പേരും അവിടെ പഠിച്ചു വെച്ചു. ഇപ്പൊ തന്നെ പഠിച്ച് ഉറപ്പിച്ചു വെച്ചോ. പരീക്ഷയ്ക്ക് എക്സാം ഹാളിൽ കാണുന്ന സമയത്ത് 3 പേര് നമുക്ക് തിരിച്ച് കിട്ടേണ്ടതാണ്. ഓക്കെ. ഇറ്റ് ഓൾസോ പ്രൊവൈഡഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഓഫ് ഫോർ ബംഗാൾ. ഓക്കെ. എന്തിനൊക്കെയാണ്? ബംഗാൾ, അതുപോലെ നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസസ് ആൻഡ് പഞ്ചാബ്. 1862 ബംഗാളിലും അതുപോലെ 1886 നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, നേരത്തെ ഞാൻ പറയുമ്പോൾ മലയാളത്തിലായിരുന്നു പറഞ്ഞത്. നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസസ് എന്ന് പറയുന്ന സമയത്ത് വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളും നമുക്ക് മലയാളത്തിൽ പറയാൻ വേണ്ടി സാധിക്കും. സോ ഒരു വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യ അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസസിൽ എന്താണ് 1886 അതുപോലെ പഞ്ചാബിൽ 1897 എന്താണ് 1897 പുതിയ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് സ്ഥാപിച്ചു തുടങ്ങി. ഇതൊക്കെ എന്തിൻ്റെ മുന്നോടിയായിട്ടാണ് വരുന്നത്? ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റി എന്ന രീതിയിലെ കാര്യത്തിൽ മാറി ചിന്തിക്കാൻ, പ്രൊവിൻസിൽ കൂടെ കൂടുതൽ അധികാരങ്ങൾ നിയമനിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് പ്രൊവിൻസിൽ കൂടെ കൂടുതൽ അധികാരങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ വരുന്നത്. നമ്മൾ 1919 ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഡയാർക്കി പോലെയുള്ള കാര്യങ്ങൾ പ്രൊവിൻസിൽ വരുന്നതൊക്കെ അവിടെ നമ്മൾ പറയും. സോ അവിടെ പ്രൊവിൻസിന് കൂടുതൽ പ്രാധാന്യങ്ങൾ ലഭിക്കുന്ന നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ. അധികാരം എന്താണ്? അധികാരം കൂടുതൽ എല്ലാ ലെവലിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഇറ്റ് എംപവർ ദ വൈസ്രോയ് ടു മേക്ക് അപ്പ് റൂൾസ് ആൻഡ് ഓർഡേഴ്സ് ഫോർ ദ മോർ കൺവീനിയൻറ്റ് ട്രാൻസാക്ഷൻ ഓഫ് ബിസിനസ് ഓഫ് ദ കൗൺസിൽ. എന്താണ്? കൗൺസിലിൻ്റെ സുഗമമായുള്ള നടത്തിപ്പിന് വേണ്ടിയിട്ട് എന്താണ് വൈസ്രോയ്ക്ക് റൂൾസും ഓർഡേഴ്സും ഒക്കെ പുറപ്പെടുവിക്കാം എന്ന രീതിയിൽ കൂടെ കാര്യങ്ങൾ വരികയുമുണ്ടായി. ഇറ്റ് ഓൾസോ ഗേവ് റെക്കഗ്നീഷൻ ടു പോർട്ട്ഫോളിയോ സിസ്റ്റം, വകുപ്പ് സമ്പ്രദായം എന്ന് നമ്മൾ പറയും അല്ലേ. വിവിധ വകുപ്പുകൾ, വിവിധ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് സമ്പ്രദായങ്ങൾ എന്താണ് ലോർഡ് കാനിങ് 1859 ഇതിനു മുൻപ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഒഫീഷ്യലായിട്ട് വരുന്നത് ഈ ഒരു 1861 കൗൺസിൽ ആക്ടിന് ശേഷമാണ് വകുപ്പ് സമ്പ്രദായം വരുന്നത്. ഓക്കെ. അണ്ടർ ദിസ് എ മെമ്പർ ഓഫ് വൈസ്രോയ് കൗൺസിൽ വാസ് മെയ്ഡ് ഇൻ ചാർജ് ഓഫ് 1 or more ഡിപ്പാർട്ട്മെന്റ്സ്. അതായത് ഇവിടെ നിന്നാണ് വിവിധ വകുപ്പുകളിൽ ഒന്നിലധികം ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഹെഡ് എന്ന രീതിയിൽ വൈസ്രോയ് കൗൺസിലെ മെമ്പറും കാര്യങ്ങളൊക്കെ വരികയാണ് ഓഫ് ദ ഗവൺമെന്റ് ആൻഡ് ദസ് ഓതറൈസ്ഡ് ടു ഇഷ്യൂ ഫൈനൽ ഓർഡേഴ്സ് ഓൺ ബിഹാഫ് ഓഫ് ദ കൗൺസിൽ ഓൺ മാറ്റേഴ്സ് ഓഫ് ഹിസ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ്? ഓരോ വകുപ്പുകളായിട്ട് തരംതിരിക്കുകയാണല്ലേ. ഓരോ വകുപ്പുകളായിട്ട് ആ ഒരു വൈസ്രോയ് കൗൺസിലിൽ വരുന്ന മെമ്പേഴ്സിന് എന്താണ് ഇൻചാർജ് ആയിട്ട് വയ്ക്കുകയും അതിന് ഫൈനൽ ആ ഒരു വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അപ്പോൾ ആര് മാത്രം ശ്രദ്ധിച്ചാൽ മതി? ആരാണോ അതിന്റെ ഇൻചാർജ്, വൈസ്രോയ് കൗൺസിൽ ആരാണോ അതിന്റെ ഇൻചാർജ്, അദ്ദേഹം ആ ഒരു വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അല്ലേ. സോ ഇതാണ് വകുപ്പ് സമ്പ്രദായത്തിന്റെ ഗുണവശങ്ങൾ പറയുന്നത്. നമ്മൾ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ നമ്മൾ എന്താണ് നമ്മുടെ സെൻട്രൽ ലെവലായാലും അതുപോലെ സംസ്ഥാന ലെവലായി കഴിഞ്ഞാലും വകുപ്പ് സമ്പ്രദായങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടല്ലേ. എന്തൊക്കെയാണ്? റെയിൽവേക്ക് ഒരു മിനിസ്റ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ജലവിഭവവുമായിട്ട് ബന്ധപ്പെട്ട, റോഡ് ട്രാൻസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട, ഏവിയേഷനായിട്ട് ബന്ധപ്പെട്ട ഓരോരോ വകുപ്പുകളിൽ ഓരോരോ മിനിസ്റ്റേഴ്സ് വരുന്നുണ്ടല്ലേ. സോ ആ ഒരു മിനിസ്റ്റർക്ക് എന്താണ് ആ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് നോക്കിയാൽ മതി. ആ ഒരു കാര്യങ്ങൾക്ക് റെസ്പോൺസിബിൾ ആയിട്ട് ഒരാൾ വരുന്നുണ്ടല്ലേ. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആ ഒരു കാലഘട്ടങ്ങളിൽ പോർട്ട്ഫോളിയോ സിസ്റ്റം ബ്രിട്ടീഷ് കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു. ഇറ്റ് എംപവർഡ് ദ വൈസ്രോയ് ടു ഇഷ്യൂ ഓർഡിനൻസ് വിത്തൗട്ട് ദ കൺകറൻസ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഡ്യൂറിംഗ് ദ എമർജൻസി. ഇവിടെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടെയുണ്ട്. ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള ഒരു അധികാരം കൂടെ നൽകിയല്ലേ വൈസ്രോയ്ക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാം. പൊതുവെ വൈസ്രോയ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്ന സമയത്ത് ലെജിസ്ലേറ്റീവ് കൗൺസിലായിട്ട് ഒന്ന് ആലോചിക്കണം. ബട്ട് എന്താണ് എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് എന്താണ് ലെജിസ്ലേറ്റീവ് കൗൺസിലായിട്ട് ആലോചിക്കേണ്ട. ഈ ഒരു കാര്യം നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മുടെ പ്രസിഡന്റ് അല്ലേ, പ്രസിഡന്റ് എമർജൻസി ഇതേപോലത്തെ ഒരു കാര്യം വരുന്നല്ലോ. പ്രസിഡന്റിന്റെ എമർജൻസി സിറ്റുവേഷനിൽ വരുന്ന ഓർഡിനൻസ് പവറും അതുപോലെയുള്ള കാര്യങ്ങളിലെ. സോ സെയിം കാര്യം തന്നെയാണ് ഇവിടെയും വരുന്നത്. എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ എന്താണ് ലെജിസ്ലേറ്റീവ് കൗൺസിലുമായിട്ട് കൂടി ആലോചിക്കാതെ വൈസ്രോയ്ക്ക് ഓർഡിനൻസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കും. ബട്ട് ഈ ഒരു
ഓർഡിനൻസിന്റെ കാലയളവ് എത്രയാണ്? 6 മാസം മാത്രമായിരിക്കും. ആ ഒരു കാര്യം കൂടെ അവിടെ ഒന്ന് ഓർത്തു വെക്കണം. ഇനി ഈ ഒരു 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ടിന്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡ്രോബാക്സ് കൂടെ പഠിക്കണം. ദ ബിഗ്ഗസ്റ്റ് ഡ്രോബാക്ക് ഓഫ് ദ ആക്ട് വാസ് റിഗാർഡിംഗ് ദ സെലക്ഷൻ ആൻഡ് റോൾ ഓഫ് ദ അഡീഷണൽ മെമ്പേഴ്സ്. ഈ ഒരു അഡീഷണൽ മെമ്പേഴ്സ് കുറച്ചധികം മെമ്പേഴ്സിന് പുതുതായിട്ട് കൊണ്ടുവന്നു അല്ലെ. ഇവർ കൊണ്ടുവന്നെങ്കിൽ പോലും അവരുടെ സെലക്ഷനും അതുപോലെ അവരുടെ റോളും അതുപോലുള്ള കാര്യങ്ങളിൽ ഒരു കൃത്യമായുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എന്താണ്, പല മെമ്പേഴ്സും വെറുതെ അവിടെ ഇരിക്കുന്ന രീതിയിലാണ് പല മെമ്പേഴ്സിൻ്റെ അവസ്ഥയുണ്ടായിരുന്നത്. അവർക്ക് കാര്യമായുള്ള അധികാരങ്ങളുമില്ല. അവരെ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഉണ്ട്, ബട്ട് എന്താണ്, അവർ അവിടെ പങ്കെടുപ്പിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇല്ല. ആ ഒരു അവസ്ഥയാണ്. അതൊരു ഡ്രോബാക്ക് ആണ് ഈ ഒരു 1861 കൗൺസിൽ ആക്ടിന്റെ. ദീസ് മെമ്പേഴ്സ് ഡിഡ് നോട്ട് ടേക്ക് പാർട്ട് ഇൻ ദ ഡിസ്കഷൻ ആൻഡ് ദെയർ റോൾ വാസ് ഓൺലി അഡ്വൈസർ. അവരെന്താണ്, അവർ ഈ ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കെടുക്കുന്നില്ല. അവരൊരു ഉപദേശക സമിതി എന്ന രീതിയിൽ, അല്ലാതെ തീരുമാനങ്ങൾ കൊണ്ടുവരാൻ അന്തിമമായിട്ട് അവർ പറയുന്ന ഉപദേശങ്ങൾ തള്ളാം അല്ലെങ്കിൽ ഉൾക്കൊള്ളാം, എന്ത് വേണമെങ്കിലും ആവാം. അവർ ജസ്റ്റ് ഒരു ഉപദേശം കൊടുക്കുന്ന ബോഡി എന്ന രീതിയിൽ മാത്രം പുതുതായിട്ട് വന്ന അഡീഷണൽ മെമ്പേഴ്സിന്റെ കാര്യം മാറി. അത് അവർക്ക് എന്താണ് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലേ. ദ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ഓഫ് ദ എക്സിക്യൂട്ടീവ് കൗൺസിൽ വെർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ അറ്റൻഡിങ് ദ മീറ്റിംഗ് ഓഫ് ദ കൗൺസിൽ. എന്താണ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ്? എന്താണ്, എക്സിക്യൂട്ടീവ് കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് പുതുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലെ, 3 ഇന്ത്യക്കാർ വന്ന കാര്യം പറഞ്ഞു. എക്സിക്യൂട്ടീവ് കൗൺസിലും അതുപോലെ ഇന്ത്യക്കാർ അല്ലാതെയുള്ള മെമ്പേഴ്സ് വന്നു. അവരും എന്താണ്, ഇവൻ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യാൻ പോലും അവർ താല്പര്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. മോർ ഓവർ അണ്ടർ ദിസ് ആക്ട് ദേ വർ നോട്ട് ബൗണ്ട് ടു അറ്റൻഡ് ദ എയ്തർ. എന്താണ്, ഈ ഒരു ആക്ട് പ്രകാരം അവരങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നൊരു നിർബന്ധവുമില്ല. നമ്മൾ പൊതുവെ പറയാറുണ്ട് ഇത്ര കോറം തികയ്ക്കണം എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. സോ അങ്ങനെ ഒരു കാര്യം പോലും അഡീഷണൽ മെമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എഴുതി ചേർക്കാൻ വേണ്ടി 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ടിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. The Indian members were not eligible to oppose any bill and most often the bills were passed in one sitting without discussion. നമ്മൾ സാധാരണ പറയാറുണ്ട്, CID മൂസയിൽ ഒരു ഡയലോഗ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതായത് തോക്ക് കൊടുത്തതിന് ശേഷം പറയും തോക്ക് തരാം ബട്ട് വെടിവെക്കരുതെന്ന് പറയും അല്ലേ. ഇവിടെയും അത് തന്നെയാണ്. അതായത് ഇന്ത്യൻ കൗൺസിൽ എന്താണ്, ഒരു ബില്ല് അവിടെ കൊണ്ടുവന്നാൽ അതിനെ എതിർക്കാനുള്ള അധികാരമില്ല. അതുപോലെ തന്നെ ആ ഒരു ബില്ല് എന്താണ്, വെറുതെ കൊണ്ടുവന്നിട്ട് ആളുകളെ അവിടെ ഇരുത്തി ഡിസ്കഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ്, വെറുതെ ആളുകളെ അവിടെ ഇരുത്തുന്നു. അവരെന്താണ്, ഒരു ഡിസ്കഷനും ഇല്ലെങ്കിലും എന്താണ്, അവർ ആ ഒരു ബില്ല് നിയമമാക്കിയിട്ട് പാസ്സാക്കും അല്ലേ, നിയമമാക്കിയിട്ട് അത് മാറ്റും. ബട്ട് ഇന്നൊക്കെ എന്താണ്, പാർലമെന്റിലൊക്കെ കൃത്യമായുള്ള മെജോറിറ്റിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബില്ല് ഒരു നിയമമായിട്ട് മാറത്തുള്ളൂ. അതും പ്രസിഡന്റ് ഒപ്പൊക്കെ കിട്ടിയിട്ട് ഒരു നിയമമായിട്ട് മാറാൻ ഒരുപാട് കാലയളവ് എടുക്കും അല്ലേ. ബട്ട് അവിടെ എന്താണ്, അവിടെ നമ്മുടെ ഇന്ത്യൻ മെമ്പേഴ്സ് ഒരു ബില്ല് വന്നാൽ അത് ഇന്ത്യക്കാരുടെ കാര്യങ്ങൾക്ക് എതിരാണെങ്കിൽ അതിനെ എതിർക്കാൻ പോലുമുള്ള ആ ഒരു പവർ ഇന്ത്യക്കാർക്കില്ല. അതുപോലെ സപ്പോസ് എതിർത്ത് കഴിഞ്ഞാൽ തന്നെ എന്താണ്, ഒരു പ്രശ്നവുമില്ല, അവരൊരു ഡിസ്കഷനും ഇല്ലാതെ ബ്രിട്ടീഷുകാർ ആ ഒരു നിയമം അങ്ങ് അവർക്ക് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരത് പാസ്സാക്കിയിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് ഈ ഒരു 1861 കൗൺസിൽ ആക്ടിന്റെ ഡ്രോബാക്സ് എന്ന രീതിയിൽ നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് എന്താണ്, ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892 1892 ആണ് അല്ലേ. 1892 മറ്റൊരു വളരെ പ്രധാനപ്പെട്ട, ഇതിന് കണ്ടിന്യൂഷൻ ആയിട്ട് വന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കൗൺസിൽ ആക്ട് ആണ്. ഈ ഒരു കൗൺസിൽ ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിയമനിർമ്മാണ സഭകളിൽ എന്താണ്, അഡീഷണൽ അംഗങ്ങളുടെ എണ്ണം കൂട്ടുക തന്നെയാണ്. ഈ ഒരു മെമ്പേഴ്സിന്റെ എണ്ണം കൂട്ടിക്കൊണ്ടുവരിക, പരമാവധി മെമ്പേഴ്സ് വരിക എന്നത് തന്നെയാണ് ഇവിടെ ലക്ഷ്യമുണ്ടായിരുന്നത്. കേന്ദ്ര അതുപോലെ തന്നെ എന്താണ്, പ്രൊവിൻസ്, നമ്മുടെ സെൻട്രൽ പ്രൊവിൻസ് നിയമനിർമ്മാണ സമിതികളിലെ അഡീഷണൽ അംഗങ്ങളെ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിന്റെ എണ്ണം കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാൻ കാരണമായുള്ള മറ്റൊരു നിയമമാണ് 1892 ഇന്ത്യൻ കൗൺസിൽ ആക്ട്. ഈ ഒരു കൗൺസിൽ ആക്ടുമായിട്ട് ബന്ധപ്പെട്ടെന്താണ്, നിയമനിർമ്മാണ സമിതികളുടെ പ്രവർത്തനം വർദ്ധിപ്പിച്ചു അല്ലെ. ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്താണ്, കൂടുതൽ ഫംഗ്ഷൻസ് നൽകി, കൂടുതൽ കടമകൾ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നൽകിയിട്ട് പറഞ്ഞു, അവരോട് പറഞ്ഞു ബഡ്ജറ്റ് ചർച്ച ചെയ്യാനും എക്സിക്യൂട്ടീവിന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അധികാരങ്ങൾ കൂടെ ആർക്ക് നൽകി, ഈ പറയുന്ന ലെജിസ്ലേറ്റീവ് കൗൺസിൽ നൽകി അല്ലെ. ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി ആർക്ക് ചർച്ച ചെയ്യാം, ലെജിസ്ലേറ്റീവ് കൗൺസിലിന് ചർച്ച ചെയ്യാം. അതുപോലെ എക്സിക്യൂട്ടീവിന് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അവരെ ചോദ്യം ചെയ്യാനുള്ള അധികാരവും ആർക്ക് നൽകി, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ആക്ട് 1892 പ്രകാരം ലെജിസ്ലേഷന് നൽകിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സ്ലൈഡിൽ പരിശോധിക്കാം. ദ ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1892 1892 ഇന്ത്യൻ കൗൺസിൽ ആക്ട് വാസ് ആൻ ആക്ട് ഓഫ് ബ്രിട്ടീഷ് പാർലമെന്റ് ദാറ്റ് ഇൻട്രൊഡ്യൂസ് വേരിയസ് അമെൻമെന്റ് ടു ദ കോമ്പോസിഷൻ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. അതായത് കാര്യമായിട്ട് ഒരുപാട് മാറ്റങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള ഒരു ആക്ട് കൂടിയാണ് 1892 ഇന്ത്യൻ കൗൺസിൽ ആക്ട്. ഇറ്റ് ഇൻക്രീസ്ഡ് ദ നമ്പർ ഓഫ് അഡീഷണൽ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ഇൻ ദ സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ബട്ട് മെയിൻറ്റെയിൻ ഒഫീഷ്യൽ മെജോറിറ്റി ഇൻ ദം. ആ ഒരു ഒഫീഷ്യൽ മെജോറിറ്റി എത്രയാണോ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടെന്നാണ് അഡീഷണൽ മെമ്പേഴ്സ് നോൺ ഒഫീഷ്യലായിട്ട് വരുന്ന മെമ്പേഴ്സിൻ്റെ എണ്ണത്തിൽ കാര്യമായുള്ള ഇൻക്രിമെൻ്റ്, അതിപ്പോൾ സെൻട്രൽ ലെവലിലായാലും പ്രൊവിൻസിലായാലും, അതായത് കേന്ദ്ര വിഭാഗത്തിലായാലും പ്രവിശ്യകളിലായാലും എന്താണ്, ലെജിസ്ലേറ്റീവ് കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട അംഗസംഖ്യ പരമാവധി കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇറ്റ് ഇൻക്രീസ്ഡ് ദ ഫംഗ്ഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആൻഡ് ഗേവ് ദം ദ പവർ
ഓഫ് ഡിസ്കസിങ് ബജറ്റ് ആൻഡ് അഡ്രസ്സിംഗ് ക്വസ്റ്റ്യൻ ടു ദ എക്സിക്യൂട്ടീവ്. ഇവിടെ എന്താണ് ലെജിസ്ലേറ്റീവ് കൗൺസിലിന് കുറച്ചധികം അധികാരങ്ങൾ, പവേഴ്സ് കൂടെ നൽകിയല്ലേ, എന്തുമായിട്ട് ബന്ധപ്പെട്ട ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കഷൻ നടത്താനും അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ്സിനെ ചോദ്യം ചെയ്യാനുള്ള അധികാരമൊക്കെ ആർക്ക് നൽകി? ലെജിസ്ലേഷന് നൽകിയ ലെജിസ്ലേറ്റീവ് കൗൺസിലിന് ഈ ഒരു അധികാരങ്ങളൊക്കെ നൽകി. സോ പ്രധാനമായിട്ട് ലെജിസ്ലേറ്റീവ് കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിൻ്റെ എണ്ണം ഇവിടെ കൂട്ടി. അതിപ്പോൾ സെൻട്രൽ ലെവലായാലും പ്രൊവിൻഷ്യൽ കൗൺസിലായാലും എണ്ണം കൂട്ടിയിട്ടുണ്ട്. ബട്ട് അവിടെ എന്താണ് ഒഫീഷ്യൽ മെമ്പേഴ്സിൻ്റെ മെജോറിറ്റി എണ്ണം അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിൻ്റെ എണ്ണമാണ് ഇവിടെ കൂട്ടിയത്. അതുപോലെ എന്താണ് ഫംഗ്ഷൻസിലും ലെജിസ്ലേറ്റീവ് കൗൺസിലും ഫംഗ്ഷൻസിലും കാര്യമായുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഫംഗ്ഷൻസ് എന്ന് പറയുന്ന സമയത്ത് ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കഷൻ നടത്താനും അതുപോലെ എക്സിക്യൂട്ടീവ്സിനെ ചോദ്യം ചെയ്യാനുള്ള അധികാരമൊക്കെ ആർക്ക് നൽകി? ലെജിസ്ലേറ്റീവ് കൗൺസിലിന് നൽകിയിട്ടുണ്ടായിരുന്നു. ദ ഗവർണർ ജനറൽ ഇൻ കൗൺസിൽ വാസ് ഗിവൺ ദ അതോറിറ്റി ടു സെറ്റ് റൂൾ ഫോർ മെമ്പർ നോമിനേഷൻ സബ്ജക്ട് ടു ദ അപ്രൂവൽ ഓഫ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. എന്താണ് കാര്യം? ഗവർണർ ജനറലിന് കൗൺസിലിലേക്കുള്ള മെമ്പേഴ്സിന്റെ നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട അധികാരം കൂടെ നൽകിയല്ലേ. അവിടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യയുമായിട്ട് കൂടിയാലോചിച്ച് മാത്രമേ ഈ നോമിനേഷനും കാര്യങ്ങളും സാധിക്കത്തുള്ളൂ. എങ്കിൽ പോലും ദ ഗവർണർ ജനറൽ ഇൻ കൗൺസിൽ വാസ് ഗിവൺ അതോറിറ്റി ടു സെറ്റ് റൂൾസ് ഫോർ മെമ്പർ നോമിനേഷൻ. മെമ്പർ നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നിയമനങ്ങൾ, അതിനുവേണ്ട പുതിയ റൂൾസും കാര്യങ്ങളും എന്താണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനോട് ആലോചിച്ചിട്ട് അദ്ദേഹം തീരുമാനിക്കുമെന്ന രീതിയിലുള്ള മാറ്റങ്ങളും 1892 കൗൺസിൽ ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പഠിച്ചു വയ്ക്കണം, പരീക്ഷയ്ക്ക് അങ്ങനെ ചോദ്യങ്ങൾ വരാറുണ്ട്. സോ ആ രീതിയിൽ എന്താണ് റൂൾസ് പുതുതായിട്ട് മെമ്പർ നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും റൂൾസ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരാൻ വേണ്ടി എന്താണ് ഗവർണർ ജനറൽ ഇൻ കൗൺസിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റുമായിട്ട് കൂടിയാലോചിച്ച് തീരുമാനം എടുക്കും അല്ലേ. മെയ്ഡ് limited and indirect provision for the use of election in filling up non-official seat in both the central and provincial council. നമ്മുടെ സെൻട്രൽ ലെവലുള്ള കൗൺസിലായാലും പ്രൊവിൻഷ്യൽ ലെവലുള്ള കൗൺസിലായാലും എന്താണ് അവിടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി എന്താണ് അവിടെ ചില ഇൻഡയറക്റ്റ് പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ലിമിറ്റഡ് ആയിട്ടുള്ള അതുപോലെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഏത് നിയമത്തിലൂടെയാണ്? 1892 ഇന്ത്യൻ കൗൺസിൽ ആക്ട് പ്രകാരമാണ്. മെയ്ഡ് ലിമിറ്റഡ് ആൻഡ് ഇൻഡയറക്റ്റ് പ്രൊവിഷൻ ഫോർ ദ യൂസ് ഓഫ് ഇലക്ഷൻ. ഓക്കെ, ഇലക്ഷൻ ഉപയോഗിച്ചിട്ട് എന്താണ് ആ ഒരു ഇലക്റ്റഡ് മെമ്പേഴ്സിൻ്റെ ആ ഒരു എണ്ണം കൊണ്ടൊക്കെയാണ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ്, ഒഫീഷ്യൽ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിൻ്റെ സീറ്റ് അതിപ്പോൾ സെൻട്രൽ ആയാലും പ്രൊവിൻഷ്യൽ കൗൺസിലായാലും എന്താണ് ആ ഒരു എണ്ണം തികക്കാൻ വേണ്ടിയിട്ട് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിൻ്റെ സീറ്റ്സ് തികക്കാൻ വേണ്ടി എന്താണ് ഇലക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചു അല്ലേ. സോ ആ രീതിയിൽ കൂടെ കാര്യങ്ങളുടെ ഒഫീഷ്യൽ നോൺ ഒഫീഷ്യലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ദ വേർഡ് ഇലക്ഷൻ വാസ് ഹൗവർ നോട്ട് യൂസ്ഡ് ഇൻ ദ ആക്ട്. ബട്ട് നമ്മൾ ഈ ഇലക്ഷൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇലക്ഷൻ എന്ന് പറയുന്ന ടേം ഒന്നും അന്നവരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ദ പ്രോസസ് വാസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ നോമിനേഷൻ മെയ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് സെർട്ടൈൻ ബോഡീസ്. ആ ഒരു ഇലക്ഷൻ എന്ന ടേമിന് പകരം എന്താണ് നോമിനേഷൻ മെയ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് സെർട്ടൈൻ ബോഡീസ്. ചില കമ്മിറ്റീസ് അല്ലെങ്കിൽ ബോഡീസിൻ്റെ തീരുമാനം പ്രകാരം ചില റെക്കമെൻഡേഷൻ നടത്തി എന്ന് മാത്രമാണ് പറഞ്ഞത്. നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് എന്താണ് അതൊരു ഇലക്ഷൻ തന്നെയാണ് അല്ലേ. ഇലക്ഷൻ എന്ന രീതിയിൽ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിന് ഇലക്ഷൻ എന്ന രീതിയിൽ തന്നെയാണ്. ബട്ട് ഇലക്ഷൻ എന്ന ടേം അവർ ആക്ടിൽ എവിടെയും ഉപയോഗിച്ചില്ല. പകരം എന്താണ് നോമിനേഷൻ മെയ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് സെർട്ടൈൻ ബോഡീസ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. ദ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892 വാസ് ആൻ ആക്ട് ഓഫ് ബ്രിട്ടീഷ് പാർലമെന്റ് ദാറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് വേരിയസ് നോമിനേഷൻ ഫോർ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, അതായത് ബംഗാൾ ചേംബർ ഓഫ് കൊമേഴ്സ്, അതുപോലെ ഗവർണർ ഫോർ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ബേസ്ഡ് ഓൺ റെക്കമെൻഡേഷൻ ഓഫ് ഡിസ്ട്രിക്ട് ബോർഡ്സ്, മുനിസിപ്പാലിറ്റീസ്, യൂണിവേഴ്സിറ്റീസ്, ട്രേഡ് അസോസിയേഷൻ, സമീന്ദാർസ് ആൻഡ് ചേംബേഴ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് ബോഡീസുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഒരുപാട് ബോഡീസുമായിട്ട് ബന്ധപ്പെട്ട് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിൻ്റെ നോമിനേഷനും കാര്യങ്ങളിൽ എന്താണ് 1892 ഇന്ത്യൻ കൗൺസിൽ ആക്ട് കാര്യമായുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു. ദ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892 വാസ് ആൻ ആക്ട് ഓഫ് ബ്രിട്ടീഷ് പാർലമെന്റ് ദാറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് വേരിയസ് നോമിനേഷൻ ഫോർ ദ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ടു സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. എന്തൊക്കെയാണ്? ബംഗാൾ ചേംബർ ഓഫ് കൊമേഴ്സ്, ഗവർണർ ഫോർ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ ഡിസ്ട്രിക്ട് ബോർഡ്. സോ ആ രീതിയിൽ ഒരുപാട് ബോഡീസുമായിട്ട് ബന്ധപ്പെട്ട നിയമനങ്ങളും കാര്യങ്ങളൊക്കെ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിൻ്റെ നോമിനേഷനും കാര്യങ്ങളൊക്കെ 1892 ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892 വാസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ് ദ റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെന്റ് ഇൻ മോഡേൺ ഇന്ത്യ. എന്താണ് ഇവിടെ പ്രതിനിധി സഭയല്ലേ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെന്റ് എന്ന് പറയുന്ന സമയത്ത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് വരുന്ന ഒരു തുടക്ക കാലഘട്ടം. ബട്ട് അന്ന് ഇലക്ഷൻ എന്ന ടേം ഒന്നും ഉപയോഗിക്കുന്നില്ല. തുടക്കം എന്ന രീതിയിൽ എന്താണ് 1892 കൗൺസിൽ ആക്ടിലെ മാറ്റങ്ങൾ നമുക്ക് സമീപിക്കാൻ വേണ്ടി സാധിക്കും. ദ ആക്ട് ക്രിയേറ്റഡ് ദ സ്റ്റേജ് ഫോർ ഡെവലപ്മെന്റ് ഓഫ് റെവല്യൂഷണറി ഫോഴ്സ് ഇൻ ഇന്ത്യ ബിക്കോസ് ബ്രിട്ടീഷ് ഓൺലി മെയ്ഡ് മൈനർ കൺസെഷൻ. ബ്രിട്ടീഷ് എന്താണ് ചെറിയ ചില മാറ്റങ്ങൾക്ക് വിട്ടുവീഴ്ചകൾ തയ്യാറായെങ്കിൽ പോലും എന്താണ് നമുക്ക് കാര്യമായുള്ള മാറ്റങ്ങൾ ഡെവലപ്മെന്റ് ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ബ്രിട്ടീഷുകാർ അതുവരെ കൈയടക്കി വെച്ചിട്ടായിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഇന്ത്യക്കാർ കൂടെയൊക്കെ വന്നിട്ട് എന്താണ് കാര്യമായുള്ള മാറ്റങ്ങൾക്ക് സാക്ഷിയാവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് കൗൺസിൽ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിന് എണ്ണം ഇൻക്രീസ് ചെയ്തു എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ.
ഇൻക്രീസ് ദ നമ്പർ ഓഫ് അഡീഷണൽ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ഇൻ കൗൺസിൽ എന്ന രീതിയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു നമ്പേഴ്സ് കൂടെ നമുക്കൊന്ന് പഠിച്ചു വയ്ക്കാം, എത്രയൊക്കെയാണ് നമ്പർ എന്ന്. ബോംബെ പ്രസിഡൻസിയുമായിട്ട് ബന്ധപ്പെട്ട് 8 മെമ്പേഴ്സ് ഇൻക്രീസ് ചെയ്തു. മദ്രാസുമായിട്ട് ബന്ധപ്പെട്ട് 20 മെമ്പേഴ്സ് ഇൻക്രീസ് ചെയ്തു. അതുപോലെ ബംഗാളുമായിട്ട് ബന്ധപ്പെട്ടും 20, നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസുമായിട്ട് ബന്ധപ്പെട്ട് 15, ഔധുമായിട്ട് ബന്ധപ്പെട്ട് 15, സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ മിനിമം 10 മെമ്പേഴ്സും മാക്സിമം 16 മെമ്പേഴ്സ് എന്ന രീതിയിൽ എന്താണ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിന്റെ എണ്ണമാണ് ഇവിടെ കൂട്ടിയിട്ടുള്ളത്. ഓക്കെ, ആ രീതിയിൽ കൂടെ കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കണം. അങ്ങനെ 2 ഇന്ത്യൻ കൗൺസിൽ ഓഫ് ആക്ട് പറഞ്ഞു. ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് പറഞ്ഞു, ഓരോ വർഷത്തെ പറഞ്ഞു. 1861 1892 പറഞ്ഞു. ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ആക്ട് 1909 അല്ല 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്ന രീതിയിൽ അറിയപ്പെടുന്നതിനേക്കാളും നിങ്ങൾ ഫേമസ് ആയിട്ട് അറിയപ്പെടുന്നത് മിന്റോ മോർലി റീഫോം എന്നായിരിക്കും. ഓക്കെ, ഇതിനെന്താണ് നിങ്ങൾ കൂടുതൽ അറിയപ്പെടുന്ന പേര് മിന്റോ മോർലി റീഫോം എന്ന പേരിലായിരിക്കും കൂടുതലായിട്ട് അറിയപ്പെടുന്നത്. മൂന്നാമതായിട്ട് വന്ന കണ്ടിന്യൂസ് ആയിട്ട് വന്ന മൂന്നാമത്തെ കൗൺസിൽ ആക്ട് ആണ്, ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആണ്. അതിനറിയപ്പെടുന്ന പേരെന്താണ്? മിന്റോ മോർലി റീഫോം എന്നാണ്. അങ്ങനെ പേര് വരാനുള്ള കാരണം എന്താണ്? ഈ ഒരു ആക്ട് പാസ്സാക്കുന്ന സമയത്ത് 1909 ആക്ട് പാസ്സാക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് വൈസ്രോയ് മിന്റോ പ്രഭു ലോർഡ് മിന്റോയും അതുപോലെ സ്റ്റേറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത് ആരാണ്? ലോർഡ് മോർലിമൺ. അതുകൊണ്ടാണ് മിന്റോ മോർലി റീഫോം എന്ന രീതിയിൽ ഈ ഒരു ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 നമ്മൾ വിശേഷിപ്പിക്കുന്നു. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം. 1909 വന്ന ഇന്ത്യൻ കൗൺസിൽ ആക്ടിന് മറ്റൊരു പേരെന്താണ്? മിന്റോ മോർലി റീഫോം എന്നാണ്. അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയി എന്ന് പറയുന്നത് മിന്റോയും അതുപോലെ സ്റ്റേറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത് മോർലിയുമാണ്. ആ 2 പേരുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം. ആ 2 പേരുകളും തിരിച്ചും മറിച്ചൊക്കെ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയും എന്ത് തന്നെയാണ് ലക്ഷ്യം? സെൻട്രൽ അതുപോലെ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുക തന്നെ. അതായത് മെമ്പേഴ്സിന്റെ എണ്ണം ഇൻക്രിമെന്റ് ചെയ്യുക എന്നത് ഇവിടെയും ലക്ഷ്യമുണ്ട്. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 എന്നാണ് സെൻട്രൽ ആയാലും പ്രൊവിൻഷ്യൽ ആയാലും ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമുണ്ട്. സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലെ അംഗസംഖ്യ എന്താണ്? അതുവരെ ഉണ്ടായിരുന്ന 16 മെമ്പേഴ്സ് എന്നതിൽ നിന്നും 60 വർദ്ധിപ്പിച്ചു അല്ലെ. അതായത് സെൻട്രലിലുണ്ട് പ്രൊവിൻഷ്യലിലുണ്ട്. സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലെ അംഗസംഖ്യ അതുവരെ ഉണ്ടായിരുന്നത് 16 നിന്നും എന്താണ് 60 വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതുപോലെ വൈസ്രോയുടെ ഗവർണറുടെയും എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ആദ്യമായിട്ടൊരു ഇന്ത്യക്കാരൻ പ്രാതിനിധ്യം ലഭിച്ചു അല്ലെ. അതായത് വൈസ്രോയുടെയും ഗവർണറുടെയും എക്സിക്യൂട്ടീവ് കൗൺസിലുകളിൽ ആദ്യമായിട്ടൊരു ഇന്ത്യക്കാരന് പ്രാതിനിധ്യം ലഭിച്ചു. നേരത്തെ ഓൾറെഡി ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇന്ത്യക്കാർക്ക് 3 ഇന്ത്യക്കാർ വന്ന കാര്യം പറഞ്ഞു, നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ആയിട്ട്. ബട്ട് ഇവിടെ എന്താണ്? ഇവിടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു ഇന്ത്യക്കാരന് പ്രാതിനിധ്യം ലഭിച്ചു. ഇത്തരത്തിൽ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലേക്ക് ഔദ്യോഗികമായിട്ട് നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഓൾറെഡി നേരത്തെ ഞാൻ പേര് പറഞ്ഞിട്ടുണ്ട്. ആരാണ്? സത്യേന്ദ്ര പ്രസാദ് സിൻഹയാണ്. അദ്ദേഹം ലോ മെമ്പറായിട്ടാണ് അദ്ദേഹത്തെ നിയമിച്ചത്. ആരാണ്? സത്യേന്ദ്ര പ്രസാദ് സിൻഹയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തേക്കണം, പേര് കൂടെ ഓർത്തേക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ പേരൊക്കെ പരീക്ഷയിൽ സ്ഥിരമായിട്ട് വരാറുണ്ട്. ഇത്തരത്തിൽ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലേക്ക് പ്രാതിനിധ്യം ലഭിച്ച ഒഫീഷ്യൽ മെമ്പറായിട്ട് ഔദ്യോഗിക പ്രാതിനിധ്യം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ സത്യേന്ദ്ര പ്രസാദ് സിൻഹയാണ്. ഇനി ചോദ്യം വരുന്നത് ഇങ്ങനെയാണ്: അദ്ദേഹത്തിൻ്റെ വിഭാഗം എന്തായിരുന്നു എന്ന രീതിയിൽ ചോദ്യം വന്നാൽ അത് ലോ മെമ്പർ എന്ന രീതിയിലാണ് അദ്ദേഹത്തെ നിയമിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഒരു സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്നൊരു ആശയം കൂടി അംഗീകരിക്കുന്നത് 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട് പ്രകാരമാണ്. അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തേക്കണം, ഒരു പ്രത്യേക നിയോജക മണ്ഡലം അല്ലെങ്കിൽ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന ആശയം അംഗീകരിച്ചുകൊണ്ടെന്നാണ് മുസ്ലിം വിഭാഗങ്ങൾക്ക് സാമുദായിക പ്രാതിനിധ്യം നൽകുന്ന സമ്പ്രദായം കൊണ്ടുവന്നു അല്ലെ. മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ നിന്നും അവരുടെ മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന രീതിയിലൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഇലക്ട്രേറ്റ് എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആണ്. പിന്നീട് 1919 എത്തുന്ന സമയത്ത് അത് കൂടുതൽ മതവിഭാഗങ്ങളിലേക്ക് കൂടെ വ്യാപിപ്പിച്ചിട്ടുണ്ട്. സോ ഇത്രയുമാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 ബന്ധപ്പെട്ട് ബേസിക് ആയിട്ട് പറയേണ്ടത്. ഒന്നുകൂടെ ഞാൻ പറയാണ്, ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്ലൈഡ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. സ്ലൈഡ് പറയുമ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡൗട്ടായിട്ട് ചോദിച്ചാൽ മതി. തീർച്ചയായിട്ടും ഞാൻ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഒന്നുപോലും വിട്ടുപോവാതെ പഠിക്കണം എന്ന രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇവിടെ പറയുന്ന പല കാര്യങ്ങൾ നമ്മളെന്താണ് എല്ലാം കണക്ട് ചെയ്തിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾ എന്താണ് നമ്മൾ ആ രീതിയിൽ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കണം. സോ 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ടിലേക്ക് നമുക്ക് തിരിച്ചു വരാം. സ്ലൈഡിലേക്ക് കാര്യങ്ങൾ നോക്കാം. ദിസ് ആക്ട് വാസ് ഓൾസോ നോൺ ആസ് മോർലി മിന്റോ റീഫോം അല്ലെങ്കിൽ മിന്റോ മോർലി റീഫോം എന്നൊക്കെ നിങ്ങൾ കേൾക്കാറുണ്ട് അല്ലേ. ചിലപ്പോൾ ചോദ്യം വരാം, ഏത് ആക്ടിനെയാണ് നമ്മൾ മോർലി മിന്റോ റീഫോം എന്ന് വിളിക്കുന്നത്? എൻ്റെ ഓപ്ഷൻ എന്താണ്? 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ട്, 1892 ഇന്ത്യൻ കൗൺസിൽ ആക്ട്, 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട്, 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നൊക്കെ ഓപ്ഷൻ നിങ്ങൾ എന്ത് ഉത്തരം എഴുതും?
1909 ഇന്ത്യൻ കൗൺസിൽ ആക്ടിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? മിന്റോ മോർലി റീഫോം അല്ലെങ്കിൽ മോർലി മിന്റോ റീഫോം. വിളിക്കാനുള്ള കാരണം എന്താണ്? ലോർഡ് മോർലി അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും ലോർഡ് മിന്റോ അന്നത്തെ വൈസ്രോയുമായിരുന്നു അല്ലെ. അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദ്യങ്ങൾ വരാം. മിന്റോ മോർലി റീഫോമിന് ആ പേരിൽ അറിയപ്പെടാനുള്ള കാരണം അന്നത്തെ സെക്രട്ടറി സ്റ്റേറ്റ് ലോർഡ് മിന്റോയും അന്നത്തെ വൈസ്രോയി ലോർഡ് മോർലിയുമാണെന്ന് പറഞ്ഞാൽ തെറ്റാണല്ലേ? ഞാൻ തിരിച്ചിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ലോർഡ് മോർലിയും വൈസ്രോയി ലോർഡ് മിന്റോയുമാണ്. ആ രീതിയിൽ പേരുകൾ മാറിപ്പോവാതെന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, it considerably increases the size of legislative council both central and provincial. ഓൾറെഡി നമ്മൾ മുൻപും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പ്രാതിനിധ്യം കൂട്ടുകയാണല്ലേ, അവർ റെപ്രസെൻറ്റേഷൻ കൂട്ടുകയാണ്. അവിടെ ഇന്ത്യക്കാരുടെ പ്രാതിനിധ്യത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. ഇറ്റ് കൺസിഡറബിളി ഇൻക്രീസ് ദ സൈസ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ബോത്ത് സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ. എന്താണ്? സെൻട്രൽ ആയാലും നമ്മുടെ കേന്ദ്രത്തിലായാലും അതുപോലെ പ്രവിശ്യകളിലായാലും എന്താണ്? മെമ്പേഴ്സിൻ്റെ എണ്ണം ലെജിസ്ലേറ്റീവ് കൗൺസിൽ കാര്യമായിട്ട് കൂട്ടിക്കൊണ്ടുവരികയാണ്. ലെജിസ്ലേറ്റീവ് കൗൺസിൽ മാത്രമല്ല എക്സിക്യൂട്ടീവ് കൗൺസിലും ഉണ്ട്. എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്താണ്? നമ്മുടെ ഒരു ഇന്ത്യക്കാരൻ വന്നിട്ടുണ്ടല്ലോ. ആരാണ് അദ്ദേഹം? സത്യേന്ദ്ര പ്രസാദ് സിൻഹ ആയിരുന്നു അല്ലേ. അതിലേക്കൊക്കെ നമ്മൾ വരും. സോ ആദ്യം നമുക്ക് എന്താണ്? ആദ്യം നമുക്ക് ലെജിസ്ലേറ്റീവ് കൗൺസിലെ പ്രാതിനിധ്യം ഒന്ന് പരിശോധിക്കാം. ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലത്തിലാണ് 16 നിന്നും 60 വന്നു അല്ലേ. അതുവരെ 16 മെമ്പേഴ്സാണ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടായിരുന്നതെങ്കിൽ അത് 60 ഉയർത്തുകയും ചെയ്തു. ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വാസ് നോട്ട് യൂണിഫോം. പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രൊവിൻസസ് ഉണ്ട് അല്ലേ. സോ അത് എല്ലാ പ്രൊവിൻസസിലും ഒരുപോലെ നമ്പേഴ്സ് ആയിരുന്നില്ല. പല പ്രൊവിൻസിലും പല രീതിയിലാണ് ഈ പറയുന്ന നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്തത്. ഇനി ബംഗാൾ, മദ്രാസ്, ബോംബെ ആൻഡ് UP യുണൈറ്റഡ് പ്രൊവിൻസ് പോലുള്ള പ്രവിശ്യകളിലാണെങ്കിൽ 50 മെമ്പേഴ്സ് വെച്ചിട്ട് അവിടെ ആവാം എന്ന് പറഞ്ഞു. ഇനി പഞ്ചാബ്, ബർമ്മ, അസം പോലുള്ള പ്രവിശ്യകളാണെങ്കിൽ 30 മെമ്പേഴ്സ് വെച്ചിട്ട് ആവാം എന്ന രീതിയിലും പറഞ്ഞു അല്ലേ. ഇവിടെ ഇത്ര മാത്രമേ നമുക്ക് അറിയാനുള്ളൂ. അതായത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അതിപ്പോൾ സെൻട്രൽ ആയാലും പ്രൊവിൻഷ്യൽ ആയാലും എന്താണ്? രണ്ട് വിഭാഗത്തിലായാലും ലെജിസ്ലേറ്റീവ് കൗൺസിൽ എണ്ണത്തിൽ കാര്യമായുള്ള ഇൻക്രിമെന്റ് വരുത്തി. സെൻട്രൽ ലെവലിലാണെങ്കിൽ എന്താണ്? അതാണ് പഠിച്ചു വെക്കേണ്ടത്. 16 മെമ്പേഴ്സ് ഉണ്ടായിരുന്നത് 60 ഇൻക്രീസ് ചെയ്തു അല്ലേ. 60 ഇൻക്രീസ് ചെയ്തു. ഇത് നമുക്ക് പഠിച്ചു വെക്കാൻ കുറച്ചുകൂടെ സിമ്പിളാണ്. നമ്മൾ 16 എന്ന് പറയില്ല, 16 16. നമ്മൾ 16 പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കും അല്ലേ 16 ആണോ 60 ആണോ എന്ന രീതിയിൽ നമുക്ക് കൺഫ്യൂസിങ് ആവാറുണ്ട്. ആ ഒരു കൺഫ്യൂഷൻ തന്നെ ഇവിടെ ഉപയോഗിച്ചാൽ മതി. 16 എന്ന് പറയുമ്പോൾ ഓക്കെ 16 ആണോ 60 ആണോ പറഞ്ഞ എന്ന രീതിയിൽ കൺഫ്യൂഷൻ വരണ്ട. 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്താണ്? ആ ഒരു എണ്ണം, ആളുകളുടെ എണ്ണം, റെപ്രസെൻറ്റേറ്റീവിൻ്റെ എണ്ണം 16 നിന്നും 60 ഉയർത്തി എന്ന് പഠിച്ചു വെച്ചാൽ മതി. പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ യൂണിഫോം ആയിരുന്നില്ല. ബംഗാൾ, മദ്രാസ്, ബോംബെ, യുണൈറ്റഡ് പ്രൊവിൻസ് പോലുള്ള പ്രവിശ്യകൾ എന്താണ്? 50 മെമ്പേഴ്സ് വെച്ചിട്ട്. ഇനി പഞ്ചാബ്, ബർമ്മ, അസം പോലുള്ള പ്രവിശ്യകളിൽ 30 മെമ്പേഴ്സ് വെച്ചിട്ട് എണ്ണം ഇൻക്രിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ആക്ട് അമെൻഡഡ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861 ആൻഡ് 1892. അതിനു മുന്നേ വന്ന 2 ആക്ടിനെയും അമെൻഡ് ചെയ്തുകൊണ്ട് കൂടിയാണ്, അല്ലെങ്കിൽ അതിൽ വന്ന പല കാര്യങ്ങളും ഭേദഗതി വരുത്തി കൂടിയാണ് 1861, 1892 2 ആക്ടിനെയും ഭേദഗതി ചെയ്തു കൂടിയാണ് 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട് അല്ലെങ്കിൽ മിന്റോ മോർലി റീഫോം വന്നത്. ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അറ്റ് ദ സെൻട്രൽ ആൻഡ് ദ പ്രൊവിൻസസ് വെയർ ടു ഹാവ് 4 കാറ്റഗറീസ് ഓഫ് മെമ്പേഴ്സ് ആസ് ഫോളോസ്. അതായത് 4 കാറ്റഗറി, സെൻട്രൽ ആയാലും പ്രൊവിൻസ് ആയാലും എന്താണ്? 4 കാറ്റഗറി ഓഫ് മെമ്പേഴ്സ് വന്നു. ഒന്ന് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്, മറ്റൊന്ന് നോമിനേറ്റഡ് ഒഫീഷ്യൽ മെമ്പേഴ്സ് ഉണ്ട്, നോമിനേറ്റഡ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ഉണ്ട്, അതുപോലെ എലക്റ്റഡ് മെമ്പേഴ്സും ഉണ്ട് അല്ലേ. സോ 4 കാറ്റഗറി ഓഫ് മെമ്പേഴ്സ്. അതിപ്പോൾ സെൻട്രൽ ആയാലും പ്രൊവിൻസ് ആയാലും 4 കാറ്റഗറി ഓഫ് മെമ്പേഴ്സ് ഉണ്ട്. എക്സ് ഒഫീഷ്യോ മെമ്പർ എന്ന് പറയുമ്പോൾ ഗവർണർ ജനറൽ ആൻഡ് മെമ്പർ ഓഫ് ദ എക്സിക്യൂട്ടീവ് കൗൺസിൽ. ഓക്കെ, ഗവർണർ ജനറലും അതുപോലെ മെമ്പേഴ്സ് ഓഫ് ദ എക്സിക്യൂട്ടീവ് കൗൺസിലുമാണ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്ന രീതിയിൽ നമ്മൾ പറയാറുള്ളത്. നമ്മൾ പലപ്പോഴും എന്താണ് നീതി ആയോഗിക്കായിട്ട് ബന്ധപ്പെട്ട എക്സ് ഒഫീഷ്യോ മെമ്പർ എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട് അല്ലേ. ആ രീതിയിൽ പോലെ തന്നെയാണ് കാര്യങ്ങൾ. എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഓൾറെഡി മറ്റ് അധികാരങ്ങൾ വഹിക്കുന്നതിൻ്റെ കൂടെ വരുന്നത് ഗവർണർ ജനറലും അതുപോലെ തന്നെ എന്താണ് എക്സിക്യൂട്ടീവ് കൗൺസിലുമാണ്, മെമ്പേഴ്സ് ഓഫ് ദ എക്സിക്യൂട്ടീവ് കൗൺസിലുമാണ്. ഇനി നോമിനേറ്റഡ് ഒഫീഷ്യൽ മെമ്പേഴ്സാണ്. നോമിനേറ്റഡ് ഒഫീഷ്യൽ മെമ്പർ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഹൂ വെയർ നോമിനേറ്റഡ് ബൈ ദ ഗവർണർ ജനറൽ. ഗവർണർ ജനറൽ നോമിനേറ്റ് ചെയ്ത ഗവൺമെൻറ് ഒഫീഷ്യൽസ് അല്ലേ, ഓൾറെഡി ഉള്ള ഗവൺമെൻറ് സർവൻസ് എന്ന രീതിയിൽ വരുന്ന ആളുകൾ നോമിനേറ്റഡ് മെമ്പേഴ്സിൻ്റെ ആയിട്ടുണ്ട്. ഇനി നോമിനേറ്റഡ് ആയിട്ടുള്ള നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് എന്താണ്? നോമിനേറ്റഡ് ബൈ ദ ഗവർണർ ജനറൽ ബട്ട് ദേ വർ നോട്ട് ഗവൺമെൻറ് ഒഫീഷ്യൽ. നേരത്തെ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ്. നോമിനേറ്റഡ് ഒഫീഷ്യൽ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ആരാണ് നോമിനേറ്റ് ചെയ്യുന്നത്? ഗവർണർ ജനറലാണ്. ബട്ട് അവരെന്താണ്? അവർ ഗവൺമെൻറ് ഒഫീഷ്യൽ മെമ്പേഴ്സാണ്, ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ്. ഇനി നോമിനേറ്റഡ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ആണെങ്കിൽ അവരെയും ആര് തന്നെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്? ഗവർണർ ജനറൽ തന്നെയാണ്. ബട്ട് വ്യത്യാസം എന്താണ്? അവർ ഗവൺമെൻറ് ഒഫീഷ്യൽസ് അല്ല. ഇനി ഇലക്റ്റഡ് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇലക്റ്റഡ് ബൈ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഇന്ത്യൻസ് എന്താണ്? ഇന്ത്യയിൽ വിവിധ ഇന്ത്യക്കാരിൽ നിന്നും എലക്ട് ചെയ്യപ്പെടുന്ന മെമ്പേഴ്സ് എന്ന രീതിയിൽ കൂടെ സെൻട്രലിലും പ്രൊവിൻസിലും എന്താണ് അംഗസംഖ്യ ഇൻക്രിമെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇറ്റ് പ്രൊവൈഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഫോർ ദ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻസ് വിത്ത് എക്സിക്യൂട്ടീവ് കൗൺസിൽ ഓഫ് ദ വൈസ്രോയി ആൻഡ് ഗവർണർ. എന്താണ്
എക്സിക്യൂട്ടീവ് കൗൺസിൽ ആദ്യമായിട്ട് വൈസ്രോയിയുടെയും ഗവർണറിൻ്റെയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ആദ്യമായിട്ടൊരു ഇന്ത്യക്കാരൻ വരികയാണ്. ആരാണ് ആ ഒരു ഇന്ത്യക്കാരൻ? സത്യേന്ദ്ര പ്രസാദ് സിൻഹയാണ്. അല്ലെ ലോ മെമ്പറായിട്ട് സത്യേന്ദ്ര പ്രസാദ് സിൻഹ വന്നു. സത്യേന്ദ്ര പ്രസാദ് സിൻഹ ബിക്കേം ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ജോയിൻ വൈസ്രോയിസ് എക്സിക്യൂട്ടീവ് കൗൺസിൽ. അദ്ദേഹം എന്താണ്? ഹി വാസ് അപ്പോയിൻറ്റഡ് ആസ് ലോ മെമ്പറായിട്ടാണ് സത്യേന്ദ്ര പ്രസാദ് സിൻഹയെ അന്ന് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം സത്യേന്ദ്ര പ്രസാദ് സിൻഹ അല്ലെങ്കിൽ SP സിൻഹ എന്നൊക്കെ പറയും. SP സിൻഹ എന്ന് പഠിച്ചു പോയിട്ട് ഓപ്ഷനിൽ എക്സ്പാൻഡ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ആ ഒരു പേര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കൺഫ്യൂഷൻ വരേണ്ട എന്ന രീതിയിലാണ് SP സിൻഹ എന്ന് പറയാതിരുന്നത്. സോ ഇത്തരത്തിൽ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ, ലെജിസ്ലേറ്റീവ് അല്ല, എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ആദ്യമായിട്ട് പ്രാതിനിധ്യം ലഭിച്ച വ്യക്തിയാരാണ്? ഔദ്യോഗിക അംഗമായിട്ട് പ്രാതിനിധ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് സത്യേന്ദ്ര പ്രസാദ് സിൻഹ. ഓൾറെഡി 1862 ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് നാമനിർദ്ദേശം നോമിനേറ്റ് ചെയ്യപ്പെട്ട വ്യക്തികൾ എന്ന് പറഞ്ഞിട്ട് ബനാറസ് രാജാവിനെയും മഹാരാജ ഓഫ് ബനാറസ്, അതുപോലെ മഹാരാജ ഓഫ് പാട്യാല, സർദിനഗർ റാവുവിന്റെ പേരൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. ഇവിടെ എന്താണ്? എക്സിക്യൂട്ടീവ് കൗൺസിലാണ്. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരൻ വരുന്നത്. അത് സത്യേന്ദ്ര പ്രസാദ് സിൻഹയാണ്. ലോ മെമ്പറായിട്ടാണ് അദ്ദേഹം വന്നത്. ഇറ്റ് ഇൻട്രൊഡ്യൂസർ സിസ്റ്റം ഓഫ് കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ ഫോർ മുസ്ലിം ബൈ ആക്സെപ്റ്റിംഗ് കൺസെപ്റ്റ് ഓഫ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്നൊരു കൺസെപ്റ്റ് അവിടെ വന്നു അല്ലെ. ഒരു സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേക നിയോജക മണ്ഡലം എന്ന രീതിയിലൊരു കാര്യം വരികയും മതപരമായുള്ള കാര്യങ്ങൾ, കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ, മുസ്ലിംസിന് എന്താണ് ഈ രീതിയിലൊരു സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് കൊടുക്കുകയും അണ്ടർ ദിസ് മുസ്ലിം മെമ്പർ വെയർ ടു ബി എലക്ടഡ് ഓൺലി ബൈ മുസ്ലിം വോട്ടേഴ്സ്. എന്താണ്? മുസ്ലിം മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് ആര് മാത്രമായിരിക്കും? മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ മാത്രമായിരിക്കും അല്ലെ. ഇതൊക്കെ ആക്ച്വലി ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന കാര്യങ്ങളാണ്. അത് പിന്നീട് മനസ്സിലാക്കിയിട്ട് പല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ദസ് ആക്ട് ലീഗലൈസ്ഡ് കമ്മ്യൂണലിസം ആൻഡ് ലോർഡ് മിന്റോ കെയിം ടു ബി നോൺ ആസ് ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ്. ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നത് ലോർഡ് മിന്റോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എന്താണ് ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് ഇൻ ഇന്ത്യ എന്ന പേര് കൂടെ അറിയപ്പെടുന്നുണ്ട്. സോ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് വന്ന ആ ഒരു ആക്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ചോദ്യമാണ്. സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിപ്പെട്ടത് 1909. ഏത് കമ്മ്യൂണിറ്റിക്കാണ് നൽകിയത്? മുസ്ലിം കമ്മ്യൂണിറ്റിക്കാണ് ഈ ഒരു പവർ അന്ന് ആദ്യമായിട്ട് നൽകിയത്. സോ ഇതിന്റെ ഭാഗമായിട്ട് ലോർഡ് മിന്റോ ഇതിന് മുൻകൈയെടുത്തത് കൊണ്ട് അദ്ദേഹത്തെ ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് ഇന്ത്യ എന്ന പേര് കൂടെ അറിയപ്പെടുന്നുണ്ട്. ഇത്രയുമാണ് 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഈ ഒരു ക്ലാസ്സിലെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാൻ വേണ്ടി പോകുന്നത്. പ്രീവിയസിൽ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പ്രധാനപ്പെട്ട 2 ആക്ടുകളിൽ ഒന്നാണ് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെ. ഇതുകൂടാതെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ആക്ട് ഏതാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അത് നമ്മൾ പഠിക്കും. ഇന്നെന്തായാലും അത് നമുക്ക് പഠിക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഇന്ന് നമുക്ക് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1919 കൂടെ ഡിസ്കസ് ചെയ്യാനുള്ള സമയം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇത് വരാനുള്ള സാഹചര്യം നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഓൾറെഡി നമുക്കറിയാം 1916 കാലഘട്ടത്തിൽ തന്നെ എന്താണ് ഹോം റൂൾ മൂവ്മെന്റ് പോലെയുള്ള കാര്യങ്ങൾ ബാലഗംഗാധര തിലകന്റെ നേതൃത്വത്തിലായാലും അനി ബെസന്റിന്റെ നേതൃത്വത്തിലായാലും വന്നിട്ടുണ്ടല്ലേ. സോ ഇവിടെയൊക്കെ എന്താണ് പറയുന്നത്? ഇവിടെയൊക്കെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഇന്ത്യയാണ്, നമ്മുടെ രാജ്യം ഇന്ത്യയാണ്. ഇവിടെ ഉള്ളതാരാണ്? മെജോറിറ്റി ഇന്ത്യക്കാരാണ്. സോ ഈ ഇന്ത്യക്കാരെ കൂടുതൽ റെപ്രസെന്റേഷൻ കൊണ്ടുവരണം. ഓൾറെഡി ഈ ഒരു റെപ്രസെന്റേഷൻ നമ്മൾ ഓരോ കൗൺസിൽ ആക്ടായിട്ടും വർദ്ധിപ്പിച്ചു വരുന്നത്. അതൊന്നും പോരാ, നമുക്ക് എന്താണ് മാക്സിമം കൊണ്ടുവരണം. ഇത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ആക്ട് അല്ല, 1999 കേട്ടോ. ഇത് ഞാൻ എഡിറ്റ് ചെയ്യുന്നതിനിടയിൽ മിസ്റ്റേക്ക് വന്നതാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 19. ഇത് ഞാൻ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് മാറ്റിത്തരാം. എഡിറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ഒന്നിച്ച് ഓൾറെഡി 3 വർഷങ്ങളിൽ ലാസ്റ്റ് ഞാൻ ഇയർ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്ത സമയത്ത് ഇവിടെ കൂടെ ഇയർ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്തു പോയി. അതൊന്ന് കറക്റ്റ് ചെയ്യണം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആണ്. അത് സ്ലൈഡ് തരുന്ന സമയത്ത് ഞാൻ എന്തായാലും കറക്റ്റ് ചെയ്തിട്ട് തരത്തുള്ളൂ. സോ എന്താണ് നമ്മൾ പറഞ്ഞു വന്നത്? 1916 കാലഘട്ടം തൊട്ടേ എന്താണ് ഇന്ത്യയിൽ ഇത്തരത്തിൽ കൂടുതൽ പ്രാതിനിധ്യം, ഇന്ത്യക്കാരുടെ പ്രാതിനിധ്യം. ഓൾറെഡി ഒരു ഇന്ത്യക്കാരൻ കഴിഞ്ഞ ഇതിൽ തന്നെ എന്താണ് 1909 ആക്ട് തന്നെ ഒരൊറ്റ ഇന്ത്യക്കാരനാണ് എക്സിക്യൂട്ടീവ് കൗൺസിലേക്ക് വരുന്നത്. അതിന് മുന്നത്തെ 1861 ആക്ടിലൊക്കെ എന്താണ് വരുന്നത്? 3 ഇന്ത്യക്കാർ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നു. ആ രീതിയിലൊക്കെ വരുന്നുണ്ട്. അങ്ങനെ കൂടുതൽ ഇന്ത്യക്കാർ അധികാരത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലേക്ക് വരണം എന്ന രീതിയിൽ ശക്തമായുള്ള പ്രതിഷേധങ്ങൾ 1916 കാലഘട്ടങ്ങളിലൊക്കെ വരികയും അതിൻ്റെ ഭാഗമായിട്ടൊരു റെസ്പോൺസിബിൾ ഗവൺമെന്റ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ള ഗവൺമെന്റ് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ഗവൺമെന്റ്, എന്താണ് ആ ഒരു ടേം? റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്നൊരു ആശയത്തിലൂടെയാണ് ഈ പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 വരുന്നത്. എന്താണ്? 1917 ഓഗസ്റ്റ് 20 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം കൊണ്ടുവരുന്നത്. 1916 പറഞ്ഞ ആ ഒരു ഹോം റൂൾ മൂവ്മെന്റ് ഒക്കെ ഭാഗമായിട്ട് 1917 എന്താണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഓഗസ്റ്റ് 20 ഗവൺമെന്റ് ഈ ഒരു ബ്രിട്ടീഷ് ഗവൺമെന്റ് പറയാണ് നമ്മുടെ ഇന്ത്യയിൽ ഒരു റെസ്പോൺസിബിൾ ഗവൺമെന്റ്, ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ഗവൺമെന്റ് സ്ഥാപിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടെ നമ്മൾ ഇനി വരും വർഷങ്ങളിൽ ഒരു നിയമം നടപ്പിലാക്കാൻ പോവുകയാണ്. അതെന്താണ്? 1918
19 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരിക്കും. ഇതിനുവേണ്ടി പ്രയത്നിച്ച 2 പേരാണ്, ഒന്ന് ചെംസ്ഫോർഡ്, മറ്റൊന്ന് എഡ്വിൻ മൊണ്ടേഗും. ഈ രണ്ടാളുകളും എന്താണ് ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ്സിനെ കൂടുതലായിട്ട് പങ്കെടുപ്പിക്കണം എന്ന രീതിയിൽ ഒരുപോലെ ഉറച്ചു നിന്നിട്ടുണ്ടായിരുന്നു. അന്നുണ്ടായിരുന്ന വൈസ്രോയി എന്ന് പറയുന്ന ആരാണ്? വൈസ്രോയി ആരാണ്? അന്നത്തെ ഇന്ത്യയിലെ വൈസ്രോയി എന്ന് പറയുന്നത് ചെംസ്ഫോർഡ് ആണ്. ആരാണ്? ചെംസ്ഫോർഡ് വൈസ്രോയും. ഇനി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആരാണ്? മൊണ്ടേഗു ആണ്. എഡ്വിൻ മൊണ്ടേഗു എന്ന് പറയും. എഡ്വിൻ മൊണ്ടേഗു എന്ന രീതിയിലും പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അങ്ങനെ എന്താണ് ചെംസ്ഫോർഡിന്റെയും മൊണ്ടേഗുവിന്റെ നേതൃത്വത്തിൽ ഈ ഒരു ആക്ട് 1919 വന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ കാലഘട്ടത്തിൽ വന്നതുകൊണ്ട് അതിനെന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്ന പേരിൽ നമ്മൾ വിളിക്കാറുണ്ട്. 1919 ഡിസംബർ 23 രാജകീയ അനുമതി, ഒഫീഷ്യൽ പ്രൊക്ലമേഷൻ ഇതിന് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് ഇത് അനുവദിച്ചിട്ട് നിലവിൽ വരുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 അല്ലെങ്കിൽ മൊണ്ടേഗു ചെംസ്ഫോർഡ് റീഫോം എന്ന രീതിയിലൊക്കെ ഇതിനെ അറിയപ്പെടുന്നുണ്ട്. കാരണം എന്താണ്? മൊണ്ടേഗു ചെംസ്ഫോർഡ് റീഫോം എന്ന രീതിയിൽ അറിയപ്പെടാനുള്ള കാരണം ഈ ഒരു ആക്ട് വരുന്ന സമയത്ത്, ഈ ഒരു നിയമം വരുന്ന സമയത്ത് അന്നത്തെ വൈസ്രോയ് ചെംസ്ഫോർഡും അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എഡ്വിൻ മൊണ്ടേഗുവുമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ആക്ട് ഈ രീതിയിൽ അറിയപ്പെടുന്നത്. ലക്ഷ്യം എന്താണ്? കൂടുതലായിട്ട് നമ്മുടെ ഇന്ത്യയുടെ മെമ്പേഴ്സിന് എണ്ണം കൂട്ടുക, അതുപോലെ തന്നെ പ്രവിശ്യകൾക്ക് പരമാവധി അധികാരം നൽകുക എന്നൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യമായിട്ട് വരുന്നത്. പ്രധാനപ്പെട്ട സവിശേഷതകൾ നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു നിയമപ്രകാരം എന്താണ് നമ്മുടെ പ്രൊവിൻസിന് മേലുള്ള കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിൽ ഇളവ് വരുത്തണം. ഓക്കെ, അതായത് പ്രൊവിൻസിന് എന്താണ് പ്രൊവിൻസിന് ഓൾറെഡി പ്രൊവിൻസുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അധികാരം വരാൻ സെൻട്രലൈസർ ആ ഒരു കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി മുൻപേ നമ്മൾ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടല്ലേ. അതിലൊക്കെ എന്താണ് ബ്രിട്ടീഷുകാരെ വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി തയ്യാറായില്ലെങ്കിൽ പോലും നമ്മൾ അതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയും അങ്ങനെ 1919 ആക്ട് എന്താണ് ഈ ഒരു നിയമപ്രകാരം പ്രവിശ്യകൾക്ക് അല്ലെങ്കിൽ പ്രൊവിൻസിന് മേലുള്ള കേന്ദ്ര നിയന്ത്രണത്തിൽ കാര്യമായുള്ളൊരു ഇളവ് വരുത്തുകയും ചെയ്തു അല്ലേ. സോ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എന്താണ് ഈ ഒരു നിയമപ്രകാരം പ്രവിശ്യയിലെ വിഷയങ്ങൾ പ്രൊവിൻഷ്യൽ സബ്ജക്ട് എന്ന രീതിയിൽ നമ്മൾ പറയാം. ഓക്കെ, പ്രൊവിൻഷ്യൽ സബ്ജക്ട് എന്ന രീതിയിൽ പറയാം. പ്രൊവിൻഷ്യൽ സബ്ജക്ട് എന്ന രീതിയിൽ പറയും. ഈ ഒരു പ്രൊവിൻഷ്യൽ സബ്ജക്റ്റിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചു. ഡയാർക്കി എന്ന രീതിയിലൊക്കെ നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്. എന്താണ്? ട്രാൻസ്ഫേർഡ്, അതുപോലെ റിസേർവ്ഡ്. ട്രാൻസ്ഫേർഡ് എന്ന് പറയുന്നത് കൈമാറ്റം ചെയ്യപ്പെടാവുന്നത്, റിസേർവ്ഡ് എന്ന് പറയുന്നത് കൈമാറ്റം ചെയ്യപ്പെടാൻ പാടില്ലാത്ത കാര്യങ്ങളും. ഓക്കെ, സോ അത്തരത്തിൽ 2 രീതിയിൽ എന്താണ് പ്രൊവിൻഷ്യൽ സബ്ജക്റ്റിനെ തരംതിരിച്ചു അല്ലെ. പ്രൊവിൻഷ്യൽ സബ്ജക്റ്റിന് എന്താണ് 2 രീതിയിൽ തരംതിരിച്ചു. പ്രൊവിൻസസിൽ ഡയാർക്കി കൊണ്ടുവന്ന ആക്ട് ഏതാണെന്ന് പ്രീവിയസിൽ ചോദിച്ചു. പ്രൊവിൻസസിൽ ഡയാർക്കി ആദ്യമായിട്ട് കൊണ്ടുവന്ന ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇവിടെ മിസ്റ്റേക്കാണ്. ഗവൺമെന്റ് GOE ആക്ട് 1919 ആണ്. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് പ്രൊവിൻഷ്യസിൽ എന്താണ് ഡയാർക്കി കൊണ്ടുവന്നത്. അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു പ്രൊവിൻഷ്യൽ സബ്ജക്ട്സിനെ നമ്മൾ 2 തരംതിരിച്ച്, ഒന്ന് ട്രാൻസ്ഫേർഡും മറ്റൊന്ന് റിസേർവ്ഡും. എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സ്ലൈഡിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ ട്രാൻസ്ഫേർഡ് വിഷയങ്ങൾ എന്താണ്? ട്രാൻസ്ഫേർഡ് വിഷയങ്ങൾ എന്താണ്? ഗവർണറാണ്. ഒരു നിയമനിർമ്മാണ സമിതിയുടെ ചുമതലയുള്ള മന്ത്രിമാരുടെ സഹായത്തോടു കൂടി എന്താണ് ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ സഹായത്തോടു കൂടെ ഗവർണറാണ് ഈ ഒരു കാര്യങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്ന. ഗവർണർ നിയന്ത്രിച്ചെന്ന് പറയാൻ ഗവൺമെന്റ് എയ്ഡോടുകൂടെ, വിത്ത് ദ എയ്ഡ് ഓഫ് ഗവർണർ ഈ പറയുന്ന ട്രാൻസ്ഫേർഡ് വിഷയങ്ങൾ, കൈമാറ്റം ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ് വളരെ പ്രശ്നങ്ങളുള്ള വിഷയങ്ങളല്ല. ബട്ട് റിസേർവ്ഡ് വിഷയങ്ങൾ എന്നാണ്. റിസേർവ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മാറ്റിവെച്ച കാര്യങ്ങളാണല്ലോ, അത് നമ്മൾ കൈമാറ്റം ചെയ്യത്തില്ല. സോ ഇതിലെന്താണ്? ഇതിൽ ഈ പറയുന്ന ലെജിസ്ലേറ്റീവ് കൗൺസിൽ കാര്യമായിട്ട് ഇടപെട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് ഇടപെടാൻ വേണ്ടി സാധിക്കത്തില്ല. ഇതിൽ ഗവർണറും ഗവർണറുടെ എക്സിക്യൂട്ടീവ് കൗൺസിലും മാത്രമാണ് റിസേർവ്ഡ്. റിസേർവ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പല കാര്യങ്ങളും റിസേർവ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് മാറ്റിവെച്ച കാര്യങ്ങളാണ്. അതിൽ നമുക്ക് വേറെ ഇടപെടലും കാര്യങ്ങളൊന്നുമില്ല, അത് നമുക്ക് കൈമാറ്റം ചെയ്യാനും വേണ്ടി പറ്റത്തില്ല. സോ അത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിവെച്ച കാര്യങ്ങളാണ്. സോ ഇത്തരത്തിൽ മാറ്റിവെച്ച കാര്യങ്ങൾ ആര് മാത്രമാണ് ഇടപെടുന്നത്? ഗവർണറും ഗവർണറുടെ എക്സിക്യൂട്ടീവ് കൗൺസിലും മാത്രമാണ്. സോ ഈ ഒരു കാര്യത്തിൽ നമ്മൾ മൊത്തത്തിൽ എന്ത് പറയും? ഈ ഒരു ഭരണവ്യവസ്ഥ എന്താണ്? പ്രൊവിൻസിൽ വന്ന ഈ ഒരു ഭരണവ്യവസ്ഥയെ നമ്മൾ ഡയാർക്കി അഥവാ ദ്വിഭരണം എന്ന പേരിലൊക്കെ വിളിക്കാറുണ്ട്. പ്രീവിയസ് വന്ന ചോദ്യമാണ് പ്രവിശ്യകളിൽ ഡയാർക്കി കൊണ്ടുവന്ന ആക്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആണ്. സോ ഈ ഒരു പ്രൊവിൻഷ്യൽ സബ്ജക്ട്സിന് എന്താണ് പ്രധാനമായിട്ട് 2 തരംതിരിച്ചു. ഒന്ന് ട്രാൻസ്ഫേർഡ്, നമുക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ അല്ലെങ്കിൽ കൈകാര്യം ചെയ്തത് നിയമനിർമ്മാണ സമിതിയുടെ ചുമതലയുള്ള മന്ത്രിമാരാണ്, തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാരാണ്. അവരെന്താണ് അവർക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റത്തില്ല. ആ ഒരു തീരുമാനം, അന്തിമ തീരുമാനം എന്ന് പറയുന്ന ഗവർണറുടേതാണ്. ഇനി എന്താണ് റിസേർവ്ഡ് വിഷയങ്ങൾ ഈ പറയുന്ന മന്ത്രിമാരൊന്നും വരുന്നില്ല. അവിടെ ഗവർണറും ഗവർണറുടെ എക്സിക്യൂട്ടീവ് കൗൺസിലും മാത്രമാണ് തീരുമാനം എടുക്കുന്നത്. സോ മൊത്തത്തിൽ ഇതിനെ നമ്മൾ എന്താണ് ഡയാർക്കി എന്നതിൽ പ്രൊവിൻസത്തിൽ ഡയാർക്കി എന്ന ഇതിൽ വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ നിയമം കൂടിയാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം. ഓക്കെ, സ്ത്രീകൾക്ക് എന്താണ് വോട്ടവകാശം നൽകാൻ തീരുമാനിച്ച ആക്ട് കൂടിയാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. അതുകൂടെ ഹൈലൈറ്റ് ആയിട്ട് നമ്മളൊന്ന് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ എന്താണ് രാജ്യത്ത് ഡയറക്റ്റ് ഇലക്ഷൻ, ഓക്കെ, ഡയറക്റ്റ് ഇലക്ഷനും അതുപോലെ ബൈ ക്യാമറലിസം, എന്താണ്
നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ഡയറക്റ്റ് ഇലക്ഷൻ, അതുവരെ ഇലക്ഷൻ ഇല്ല എന്നല്ല, ഡയറക്റ്റ് ഇലക്ഷൻ, ഒരു നേരിട്ടുള്ള ഇലക്ഷനും അതുപോലെ ബൈക്യാമറലിസവും എന്താണ്, ഈ രണ്ട് കാര്യങ്ങളും ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന ആക്റ്റാണ് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. എന്താണ് ബൈക്യാമറലിസം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ രാജ്യസഭ ലോക്സഭ രണ്ട് അപ്പർ ഹൗസ് ലോവർ ഹൗസ് എന്ന രീതിയിൽ രണ്ട് ഹൗസസ് ഉണ്ട് അല്ലേ. അത് വിട്ടേക്കും നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടക അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളായുള്ള മഹാരാഷ്ട്രയിലൊക്കെ എന്താണ് ഈ പറഞ്ഞ ബൈക്യാമറലിസം ഉണ്ടല്ലേ. അവിടെ എന്താണ് നമ്മുടെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ കാണാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ബട്ട് കർണാടക മഹാരാഷ്ട്രയിൽ നോക്കിയാൽ എന്താണ് രണ്ട് ഭരണ വിഭാഗങ്ങളുണ്ട് അല്ലേ. എന്താണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓൾറെഡി ഉണ്ട്, അതുപോലെ ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ടല്ലേ. MLC എന്നൊക്കെ നിങ്ങൾ കേൾക്കാറില്ല, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. MLA എന്ന് പറഞ്ഞാൽ എന്താണ് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ആ രീതിയിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അതുപോലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന രീതിയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ബൈക്യാമറലിസം, ആ ഒരു കാര്യത്തെയാണ് ബൈക്യാമറലിസം എന്ന് പറയുന്നത്. ബൈക്യാമറലിസം ആദ്യമായിട്ട് കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആക്ട് ചോദിച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആണ്. ഓക്കെ, രാജ്യത്തൊരു ഡയറക്റ്റ് ഇലക്ഷനും അതുപോലെ തന്നെ ബൈക്യാമറലിസം ആദ്യമായിട്ട് കൊണ്ടുവന്ന നിയമം ഏതാണ്? 1919 ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആണ്. ഈ ഒരു ബൈക്യാമറലിസം പ്രകാരം എന്താണ് ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നമുക്ക് അപ്പർ ഹൗസും കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന രീതിയിലും ലോവർ ഹൗസ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന രീതിയിലും രണ്ട് സഭകളായിട്ട് തരംതിരിച്ചു. അതിന്റെ കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴത്തെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. കർണാടക പോലുള്ള സംസ്ഥാനങ്ങൾ എന്താണ് MLC ഉണ്ട്, MLA മാരും മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട്, അതുപോലെ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട് അല്ലേ. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ എന്താണ് MLA മാർ മാത്രമേ ഉള്ളൂ. കാരണം എന്താണ് കേരളത്തിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇല്ല. അതുകൊണ്ടാണ് അതിന് റെപ്രസെൻറ്റേറ്റീവ് വരുന്ന മെമ്പേഴ്സിന് നമ്മൾ MLA മാർ എന്ന് പറയുന്നത്. കർണാടകത്തിൽ എന്താണ് MLA മാത്രമല്ല MLC, രാജ്യസഭയ്ക്ക് ഈക്വാലൻ്റ് ആയിട്ടുള്ള MLCയും വരുന്നുണ്ട് അല്ലേ. ലോക്സഭയ്ക്ക് ഈക്വാലൻ്റ് ആയിട്ടുള്ള MLA മാർ എന്ന രീതിയിലും, അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന രീതിയിലും രാജ്യസഭയ്ക്ക് ഈക്വാലൻ്റ് ആയിട്ടുള്ള ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന രീതിയിലും നമുക്ക് കാര്യങ്ങൾ സിംപ്ലിഫൈ ആയിട്ട് പറയാൻ വേണ്ടി സാധിക്കും. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും അല്ലേ. സോ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് നിയമത്തിലൂടെയാണ്? 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെയാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആയാലും ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയാലും നേരിട്ടുള്ള ഡയറക്റ്റ് ഇലക്ഷനിലൂടെയാണ് ഭൂരിപക്ഷം അംഗങ്ങളും എന്താണ് സഭയിൽ അംഗത്വം നേടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അംഗത്വം എങ്ങനെയാണ്? ഡയറക്റ്റ് ഇലക്ഷനിലൂടെയാണ്, ഡയറക്റ്റ് ജനങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ഇലക്ഷനിലൂടെയാണ് ആദ്യമായിട്ട് ഇത്തരത്തിൽ കൂടുതൽ ഭൂരിഭാഗം അംഗങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇലക്ഷന് വോട്ട് ചെയ്യാനുള്ള അധികാരം എന്താണ്? ഇലക്ഷന് വോട്ട് ചെയ്യാനുള്ള അധികാരങ്ങൾ ആളുകളുടെ സ്വത്ത്, അതുപോലെ തന്നെ ആളുകൾ നികുതി അടക്കുന്ന ആ ഒരു കാര്യങ്ങൾ, വിദ്യാഭ്യാസം, ഇതിൻ്റെയൊക്കെ ബേസിലാണ് വോട്ട് ചെയ്യാനുള്ള റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ആ രീതിയിലുള്ള കാര്യങ്ങൾ കൂടെ ഒന്ന് ഓർത്തു വയ്ക്കണം. അതുപോലെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്താണ് 6 അംഗങ്ങൾ അന്നുണ്ടായിരുന്നു. അതിൽ മിനിമം 3 മെമ്പേഴ്സ്. ആലോചിച്ച് നോക്കിയാൽ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ, ഇതിന് മുന്നത്തെ കാര്യം നമ്മൾ സത്യേന്ദ്ര പ്രസാദ് സിൻഹയുടെ കാര്യം പറയുമ്പോൾ അവിടെ ഒരു വ്യക്തി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലേ. ഇവിടെ എന്താണ് ഇവിടെ 6 മെമ്പേഴ്സ് ഉള്ളത്. എന്താണ് അതിന്റെ പകുതി 50% അല്ലെങ്കിൽ 3 ആളുകൾ നിർബന്ധമായിട്ട് ആരായിരിക്കണം? 3 ആളുകൾ നമ്മുടെ ഇന്ത്യക്കാരായിരിക്കണം എന്ന രീതിയിലും ഈ പറയുന്ന 1919 നിയമം വ്യവസ്ഥ ചെയ്തു. ബട്ട് അവിടെ എന്താണ് അവിടെ ഒരു കമാൻഡർ ഇൻ ചീഫ് ഉണ്ട്, അദ്ദേഹം ഒഴികെയുള്ള 3 പേരെന്നാണ് പറഞ്ഞത്. കമാൻഡർ ചീഫ് ഒഴികെയുള്ള 3 പേര് ആരായിരിക്കണം? നമ്മുടെ ഇന്ത്യക്കാരായിരിക്കണം. ഓക്കെ, വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ 6 അംഗങ്ങളുണ്ട്. അതിൽ കമാൻഡർ ഇൻ ചീഫ് ഒഴികെ 3 പേരെങ്കിലും ഇന്ത്യക്കാരായിരിക്കണം. മിനിമം 3 പേരെങ്കിലും ഇന്ത്യക്കാരായിരിക്കണമെന്നും 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ശുപാർശ ചെയ്യുന്നുണ്ട്. ഇതിനർത്ഥം എന്താണ്? നമ്മുടെ നിയമനിർമ്മാണ സഭകളിൽ 50% മേലെ പ്രാതിനിധ്യം നമ്മുടെ ഇന്ത്യക്കാർക്ക് ലഭിച്ചു അല്ലേ. സോ ഇന്ത്യയിൽ എന്താണ് അതുവരെ ബ്രിട്ടീഷുകാർ കൈയടക്കി വെച്ച പല മേഖലകളിലും മെല്ലെ മെല്ലെ പല നിയമങ്ങളിലൂടെ നമുക്ക് കയറി വരാൻ വേണ്ടി സാധിച്ചു. അതുപോലെ തന്നെ ഒരു ഹൈ കമ്മീഷൻ, നമുക്കറിയാം പല രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഹൈ കമ്മീഷണേഴ്സ് ഉണ്ട് അല്ലേ. നമ്മുടെ ഇന്ത്യയുടെ ഹൈ കമ്മീഷൻസ് തന്നെ പല രാജ്യങ്ങളിലുണ്ട്, തിരിച്ചും വരാറുണ്ട്. അതൊക്കെ എന്താണ്? അതൊക്കെ ആ ഒരു രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ചെലുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ എന്താണ് ഈ ഒരു 1919 നിയമപ്രകാരം ഒരു ഇന്ത്യൻ ഹൈ കമ്മീഷൻ എന്നൊരു പുതിയ തസ്തിക ലണ്ടനിൽ സൃഷ്ടിച്ചു അല്ലേ. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ ചില പ്രവർത്തനങ്ങൾ ഈ ഒരു ഇന്ത്യൻ ഹൈ കമ്മീഷന് കൈമാറുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. അതുകൂടെ ഒന്ന് ഓർത്തേക്കണം. അതുപോലെ സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വന്ന നിയമം കൂടിയാണ് 1919 ഇന്ത്യൻ കൗൺസിൽ ആക്ട്. അവിടെ എന്താണ് 1926 സിവിൽ സർവൻറ്റുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെ, സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ നമ്മുടെ UPSC ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. UPSC ഇവിടെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. UPSCയുടെ രൂപീകരണത്തിന് കാരണമായ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ആക്ടിലൂടെ എന്താണ് അതുവരെ ഒന്നായി ഉണ്ടായിരുന്ന ആ ഒരു സെൻട്രൽ ബഡ്ജറ്റിൽ നിന്നും പ്രൊവിൻഷ്യൽ ബഡ്ജറ്റിനെ വേർതിരിക്കുകയും പ്രൊവിൻഷ്യൽ നിയമനിർമ്മാണ സഭയ്ക്ക് എന്താണ് അവരുടെ ബഡ്ജറ്റുകൾ അവരുടെ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ബഡ്ജറ്റുകൾ നടപ്പിലാക്കാനുള്ള അധികാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറയാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല ഇനി കൂടുതൽ കാര്യങ്ങൾ സ്ലൈഡ് നോക്കുന്ന സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം.
On August 20, 1917, British government declared for the first time that its objective was gradual introduction of responsible government in India. എന്താണ് ഇന്ത്യയിൽ ഒരു ഉത്തരവാദിത്ത ഗവൺമെന്റ് സ്ഥാപിക്കണം എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ബ്രിട്ടീഷ് അനൗൺസ് ചെയ്തു. ഉത്തരവാദിത്ത ഗവൺമെന്റ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള ഗവൺമെന്റ് അല്ലേ, അതിലെന്താണ് അതിൽ കൂടുതൽ റെപ്രസെൻറ്റേഷനിൽ നമ്മുടെ ഇന്ത്യക്കാരും ഉണ്ടായിരിക്കണം എന്ന ലക്ഷ്യമൊക്കെ 1919 തന്നെ ബ്രിട്ടീഷുകാർക്ക് ബോധോദയം വന്നിട്ടുണ്ട്. The Government of India Act 1919 was thus enacted, which came into force in 1921. 1921 ഈ പറയുന്ന ആക്ട് നിലവിൽ വന്നത്. ഈ ഒരു ആക്ടിനെ അറിയപ്പെടുന്ന മറ്റു പേരെന്താണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് എന്നാണ് അല്ലേ. അറിയപ്പെടാനുള്ള കാരണം എന്താണ് മൊണ്ടേഗു, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ, അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ മൊണ്ടേഗു, അതുപോലെ വൈസ്രോയ് ഓഫ് ഇന്ത്യ ലോർഡ് ചെംസ്ഫോർഡുമാണ്. ഈ രണ്ട് പേരുടെ പേരിലാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ആക്ട് എന്ന രീതിയിൽ ഈ ഒരു നിയമത്തെ നമ്മൾ വിളിക്കുന്നത്. ദ ആക്ട് സോട്ട് ടു ഇൻക്രീസ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ഇന്ത്യൻസ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദെയർ കൺട്രി. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, ഭരണപരമായുള്ള കാര്യങ്ങളിൽ, അതായത് എക്സിക്യൂട്ടീവ് ബോഡിയിലൊക്കെ എന്താണ് തീരുമാനം എടുക്കുന്നതിൽ നമ്മുടെ ഇന്ത്യക്കാരുടെ റെപ്രസെൻറ്റേഷൻ കൂടുതൽ വേണം, പാർട്ടിസിപ്പേഷൻ കൂടുതൽ വേണം എന്നൊരു തീരുമാനവും 1919 ആക്ടിൽ വന്നു. ദ ആക്ട് ഇൻട്രൊഡ്യൂസർ റീഫോം അറ്റ് ദ സെൻട്രൽ ആസ് വെൽ ആസ് പ്രൊവിൻഷ്യൽ ലെവൽ ഓഫ് ഗവൺമെന്റ്. അതായത് സെൻട്രൽ ലെവലിലായാലും പ്രൊവിൻഷ്യൽ ലെവൽ പ്രവിശ്യകളിലായാലും എന്താണ് മാറ്റം കാര്യമായിട്ട് ഈ പറയുന്ന ആക്ടിലൂടെ കൊണ്ടുവന്നു അല്ലേ. ഇതൊക്കെ എന്താണ് ബ്രിട്ടീഷുകാർക്ക് പെട്ടെന്ന് ഇരുന്നിട്ടൊരു ബോധം വന്നതാണോ? അല്ല. ഇതിന് കാരണമായിട്ട് ഒരുപാടുള്ള പ്രക്ഷോഭങ്ങൾ 1916 ഒരുപാട് പ്രക്ഷോഭങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ആ ഒരു പ്രക്ഷോഭങ്ങളിലൂടെയാണ് ഗവൺമെന്റിൽ ഇത്തരം മാറ്റങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ട് ബ്രിട്ടീഷുകാർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ദിസ് ഡ്യുവൽ സ്കീം ഓഫ് ഗവേണൻസ് വാസ് നോൺ ആസ് ഡയാർക്കി അല്ലെ. എന്താണ് ഡയാർക്കി എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. എ ടേം ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ഡയാർച്ചി വിച്ച് മീൻസ് റൂൾ. ദർ വാസ് ടു ക്ലാസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, എക്സിക്യൂട്ടീവ് ആൻഡ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ആൻഡ് മിനിസ്റ്റേഴ്സ് എന്ന രീതിയിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സ്ലൈഡ് നോക്കാണ്ട്. ദ ആക്ട് ഇൻട്രൊഡ്യൂസ്ഡ് ഡയാർക്കി, റൂൾ ഓഫ് 2 ഇൻഡിവിജ്വൽസ്. എന്താണ് ഡയാർക്കി എന്ന് പറയുമ്പോൾ ദ്വിഭരണ അല്ലെ, രണ്ട് വിഭാഗങ്ങൾ, രണ്ട് പാർട്ടീസ് എന്താണ് ഭരിക്കുന്നു എന്നാണ് വരുന്നത്. ഫോർ ദ എക്സിക്യൂട്ടീവ് അറ്റ് ദ ലെവൽ ഓഫ് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ്. ഏത് വിഭാഗത്തിലാണ്? സെൻട്രൽ അല്ല, പ്രൊവിൻഷ്യൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്ത ആക്ട് ചോദിച്ചാൽ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ദ ഡയാർക്കി വാസ് ഇംപ്ലിമെന്റഡ് ഇൻ 8 പ്രൊവിൻസസ്. 8 പ്രൊവിൻസസിലാണ് ഈ പറയുന്ന ഡയാർക്കി വന്നത്. എന്താണ് ഡയാർക്കി എന്നും അതുമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്ട്സ് എന്തൊക്കെയാണെന്നും അതാരൊക്കെ കൺട്രോൾ ചെയ്യുമെന്നും നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു രീതിയിൽ ഓർത്തു വയ്ക്കണം ആ ഒരു കാര്യങ്ങൾ. ഇവിടെ ഞാൻ പറയാതെ പോകുന്നതല്ല, നെക്സ്റ്റ് സ്ലൈഡിൽ പറയാം. അസം, ബംഗാൾ, ബീഹാർ, ഒറീസ, സെൻട്രൽ പ്രൊവിൻസസ്, യുണൈറ്റഡ് പ്രൊവിൻസസ്, ബോംബെ, മദ്രാസ്, പഞ്ചാബ്. ഓക്കെ, ഇതുപോലെ എന്താണ് ഇതുപോലെയുള്ള പ്രൊവിൻസസിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഡയാർക്കിയിലൂടെ കാര്യമായുള്ള ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലെ. ദ പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് വെയർ ഗിവൺ മോർ പവർ. ഡയാർക്കി ഇത്തരത്തിൽ വന്നതുകൂടി എന്താണ് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് കൂടുതൽ അധികാരം ലഭിച്ചു അല്ലെ. ഈ സിസ്റ്റം ഓഫ് ഡയാർക്കിയിലൂടെ കൂടുതൽ അധികാരങ്ങൾ ലഭിച്ചു. എങ്ങനെയാണ് അധികാരം ലഭിച്ചതെന്ന് നമുക്ക് നോക്കാം. ദ ഗവർണർ വാസ് ടു ബി ദ എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ദ പ്രൊവിൻസ്. അതിപ്പോൾ നമ്മുടെ ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റ് ആയാലും റിസർവ്ഡ് സബ്ജക്റ്റ് ആയാലും അവിടെയൊക്കെ ആര് തന്നെയാണ് ഹെഡായിട്ട് വരുന്നത്? ഗവർണർ തന്നെയാണ് പരമാധികാരം എന്ന രീതിയിൽ കാര്യങ്ങൾ വരുന്നത്. ഹൗവർ ദിസ് എക്സ്പെരിമെന്റ് വാസ് ലാർജ്ലി അൺസക്സസ്ഫുൾ. എൻഡ് ഓഫ് ദ ഡേ ഈ ഒരു എക്സ്പെരിമെന്റ്, ഈ ഡയാർക്കി എന്ന് പറയുന്ന എക്സ്പെരിമെന്റ് അന്ന് അൺസക്സസ്ഫുൾ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് സെൻട്രൽ ലെവലിലേക്ക് 1935 പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും തിരിച്ചും വന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ് റിലാക്സ്ഡ് സെൻട്രൽ കൺട്രോൾ ഓവർ ദ പ്രൊവിൻസസ് ബൈ ഡിമാർക്കേറ്റിംഗ് സെപ്പറേറ്റിംഗ് ദ സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ സബ്ജക്ട്. എന്താണ് സെൻട്രൽ സബ്ജക്റ്റിനെയും പ്രൊവിൻഷ്യൽ സബ്ജക്റ്റിനെയും സെപ്പറേറ്റ് ആക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവന്നു. ദ സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചർ വെയർ ഓതറൈസ്ഡ് ടു മേക്ക് ലോസ് ഓൺ ദർ റെസ്പെക്റ്റീവ് ലിസ്റ്റ് ഓഫ് സബ്ജക്ട്. എന്താണ് സെൻട്രൽ ഗവൺമെന്റ് ആയാലും പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് ആയാലും അവരുടെ കാര്യങ്ങളിൽ എന്താണ് അവരുടെ കാര്യങ്ങൾ അവർ തീരുമാനമെടുക്കുന്ന രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുവന്നില്ല. അതായത് സെൻട്രൽ ഗവൺമെന്റ് പ്രൊവിൻസിന് കാര്യമായിട്ട് ഇടപെടേണ്ട ഭരിക്കേണ്ട എന്ന രീതിയിലെ കാര്യങ്ങൾ കൊണ്ടുവന്നു. ഹൗവർ ദ സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ് കണ്ടിന്യൂ ടു ബി സെൻട്രലൈസ്ഡ് ആൻഡ് യൂണിറ്ററി. അവിടെ എന്താണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്തും സെൻട്രൽ ഗവൺമെന്റ്, അതായത് സെൻട്രൽ ഉള്ള ബ്രിട്ടീഷുകാർ കാര്യമുള്ള അധികാരങ്ങൾ ഇല്ല എന്ന രീതിയിൽ ചിന്തിക്കരുത്. ആ ഒരു അധികാരങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിൽ കൂടെ ഇന്ത്യക്കാർ എന്താണ് പ്രക്ഷോഭങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ കൊണ്ടുവരേണ്ടതായിട്ട് വന്നത്. ഇറ്റ് ഫർദർ ഡിവൈഡ് ദ പ്രൊവിൻഷ്യൽ സബ്ജക്റ്റിനെ 2 ഭാഗങ്ങളായിട്ട് തിരിച്ചു അല്ലെ. പ്രൊവിൻഷ്യൽ സബ്ജക്റ്റിനെ എന്തൊക്കെയാണ്? ട്രാൻസ്ഫേർഡ്, അതുപോലെ റിസർവ്ഡ്, കൈമാറ്റം ചെയ്യപ്പെടാവുന്ന സബ്ജക്ട്സും അതുപോലെ കൈമാറ്റം ചെയ്യപ്പെടാൻ പാടില്ലാത്ത സബ്ജക്ട്സും എന്ന രീതിയിൽ 2ആയിട്ട് പ്രൊവിൻഷ്യൽ സബ്ജക്റ്റിനെ തരംതിരിച്ചു. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു നിയമവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സെൻട്രൽ ലെവലും അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ ലെവലിലും എന്താണ് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ പ്രൊവിൻഷ്യൽ ലെവലിൽ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട മാറ്റമാണ് ഈ ഒരു പ്രൊവിൻഷ്യൽ സബ്ജക്റ്റിന് ട്രാൻസ്ഫേർഡ് അതുപോലെ റിസർവ്ഡ് എന്ന രീതിയിൽ 2 മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ദ ട്രാൻസ്ഫേർഡ് സബ്ജക്ട്, കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റുന്ന സബ്ജക്റ്റിലെ വെയർ ടു ബി അഡ്മിനിസ്ട്രേറ്റർ ആരാണ്? ഗവർണർ വിത്ത് ദ
എയ്ഡ് ഓഫ് മിനിസ്റ്റേഴ്സ് റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ലെജിസ്ലേറ്റീവ് കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട മിനിസ്റ്റേഴ്സ് എന്താണ് ഗവർണറുടെ സഹായത്തോടുകൂടെ ട്രാൻസ്പോർട്ട് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുത്തു. ഇനി റിസർവ്ഡ് സബ്ജക്റ്റ് എന്താണ്? റിസർവ്ഡ് സബ്ജക്റ്റ് റിസർവ് ചെയ്ത കാര്യങ്ങളാണ്. അതിൽ ആരെ ഇടപെടത്തില്ല? അവിടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ ഇടപെടത്തില്ല, ഗവർണറെ മാത്രമാണ് അവിടെ ഇടപെടുന്നത്. ഓൺ ദ അതർ ഹാൻഡ് were administered by governor and his executive council without being responsible to the legislative council. ആ ഒരു വ്യത്യാസം ഒന്ന് പഠിച്ചു വെക്കണം. ട്രാൻസ്ഫേർഡ് ആൻഡ് റിസർവ്ഡ് സബ്ജക്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ വരുന്ന സബ്ജക്ട്സും കാര്യങ്ങളും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ദ റിസർവ്ഡ് ലിസ്റ്റ് അല്ലെ, കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റാത്ത ലിസ്റ്റാണ് റിസർവ്ഡ് ലിസ്റ്റ്, സബ്ജക്റ്റ് ആണ് റിസർവ്ഡ് ലിസ്റ്റിൽ വരുന്നത്. അണ്ടർ വിച്ച് സബ്ജക്ട് വെയർ ടു ബി അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ഗവർണർ ത്രൂ ഹിസ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ഓഫ് ബ്യൂറോക്രാറ്റ്സ്. അവിടെ ആര് വരുന്നില്ല? ലെജിസ്ലേറ്റീവ് കൗൺസിൽ വരുന്നില്ല. അവർക്ക് എന്താണ് റെസ്പോൺസിബിൾ അല്ല. ഗവർണറും അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ വരുന്ന അധികാരികൾ മാത്രമാണ് റിസർവ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കുന്നത്. എന്തൊക്കെയാണ് ഈ ഒരു റിസർവ് ലിസ്റ്റിൽ വരുന്നത് വെച്ചാൽ, ഒന്ന് ലോ ആൻഡ് ഓർഡർ. അതെന്താണ്? അത് ഈ പറഞ്ഞ ലോ ആൻഡ് ഓർഡറിൽ ഗവർണറും അദ്ദേഹത്തിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിലും മാത്രമാണ് തീരുമാനം എടുക്കുന്നത്. ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ ലാൻഡ്, റവന്യൂ, ഇറിഗേഷൻ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്തിലാണ്? ഇതുപോലുള്ള കാര്യങ്ങൾ റിസർവ്ഡ് ലിസ്റ്റാണ്. നമ്മുടെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഒക്കെ ഓർമ്മയില്ലേ? അതുപോലെ തന്നെയാണ് ലോ ആൻഡ് ഓർഡർ, ഫിനാൻസ്, ലാൻഡ്, റവന്യൂ, ഇറിഗേഷൻ, അതുപോലുള്ള കാര്യങ്ങൾ എന്താണ്? അതുപോലുള്ള കാര്യങ്ങൾ റിസർവ് ലിസ്റ്റാണ് വന്നത്. ഓൾ ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട് വെർ കെപ്റ്റ് ഇൻ ദ റിസർവ്ഡ് സബ്ജക്ട് ഓഫ് ദ പ്രൊവിൻഷ്യൽ എക്സിക്യൂട്ടീവ്. ഈ പറയുന്ന അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താണ്? ഈ പറഞ്ഞ റിസർവ് ലിസ്റ്റിൽ കൊണ്ടുവരികയും അത്രത്തോളം പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾ എന്താണ്? ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റിൽ കൊണ്ടുവരികയും ചെയ്തു. ദ ട്രാൻസ്ഫേർഡ് സബ്ജക്ട് വെയർ ടു ബി അഡ്മിനിസ്ട്രേറ്റഡ് ബൈ മിനിസ്റ്റർ നോമിനേറ്റഡ് ഫ്രം എമംഗ് എലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ലെജിസ്ലേറ്റീവ് കൗൺസിൽ എലക്റ്റഡ് മെമ്പേഴ്സിലുള്ള മിനിസ്റ്റേഴ്സാണ്, നോമിനേറ്റ് ചെയ്യപ്പെടുന്ന മിനിസ്റ്റേഴ്സാണ്. ഓൾറെഡി എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് ആണല്ലേ. സോ അവരെയാണ് ഈ ഒരു ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിയോഗിച്ചത്. അതിൽ വരുന്ന സബ്ജക്റ്റ് എന്തൊക്കെയാണ്? എഡ്യൂക്കേഷൻ ഉണ്ട്, ഹെൽത്ത് ഉണ്ട്, ലോക്കൽ ഗവൺമെൻറ്, ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ, എക്സൈസ് പോലുള്ള കാര്യങ്ങൾ എന്തിലുണ്ട്? ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റ്. സോ ചിലപ്പോൾ ചോദ്യങ്ങൾ വരും, ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റിലുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ്, റിസർവ്ഡ് ലിസ്റ്റിലുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദ്യം വന്നാൽ പറയേണ്ടതായിട്ട് വരും. അതുപോലെ ആരാണ് റിസർവ്ഡ് ലിസ്റ്റിൽ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന ആരാണ്, ആരുടെ നേതൃത്വത്തിലാണ്, അതുപോലെ ട്രാൻസ്പോർട്ട് സബ്ജക്റ്റ് ആരുടെ നേതൃത്വത്തിലാണ് കൈകാര്യം ചെയ്യുന്ന എന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ വന്നാലും പറയാൻ വേണ്ടി സാധിക്കണം. ഓക്കെ, ഇറ്റ് ഇൻട്രഡ്യൂസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഡയറക്ട് ഇലക്ഷൻ ഇൻ ദ കൺട്രി. ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്താണ് ഡയറക്ട് ഇലക്ഷനിൽ നേരിട്ടുള്ള ഒരു ഇലക്ഷൻ സംവിധാനങ്ങൾ എന്താണ് വരികയും ചെയ്തത്. ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടെ ഒരു നേരിട്ടുള്ള ഇലക്ഷൻ വന്നു. ഇവിടെ എന്താണ് എല്ലാവർക്കും ഇലക്ഷനിൽ വോട്ട് ചെയ്യാം എന്ന രീതിയിൽ കാര്യങ്ങളൊന്നും വ്യാമോഹങ്ങളൊന്നും വേണ്ട. ഭൂമി, സ്വത്ത്, അതുപോലെ നികുതി, വിദ്യാഭ്യാസം എന്നിവയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇലക്ഷനിൽ വോട്ടവകാശം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതുപോലെ എന്താണ് ബൈക്യാമലിസം വന്നു അല്ലെ. ബൈക്യാമലിസം, ദ്വിഭരണ സംവിധാനങ്ങൾ, നമ്മുടെ കർണാടക, മഹാരാഷ്ട്ര പോലെയുള്ള കാര്യങ്ങൾ ഓർത്തു വെച്ചാൽ മതി. അല്ലെങ്കിൽ എന്താണ് രാജ്യസഭ, ലോക്സഭ ഓർത്തു വെച്ചാൽ മതി. ഓൾസോ ഇൻട്രൊഡ്യൂസ്ഡ് ബൈക്യാമലിസം ഫോർ ദ ഫസ്റ്റ് ടൈം സെൻട്രൽ ലെജിസ്ലേഷൻ ബൈ ദിസ് ആക്ട്. എവിടെയാണ് ബൈക്യാമലിസം വന്നത്? സെൻട്രൽ ലെജിസ്ലേഷനിലാണല്ലേ. സെൻട്രൽ ലെജിസ്ലേഷനിൽ ബൈക്യാമലിസം വന്നു. ദസ് ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വാസ് റീപ്ലേസ്ഡ് ബൈ ബൈക്യാമറൽ ലെജിസ്ലേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് അപ്പർ ഹൗസ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന രീതിയിലും ലോവർ ഹൗസ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന രീതിയിലും കാര്യങ്ങൾ വന്നു അല്ലേ. ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതുപോലെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന രീതിയിലും കാര്യങ്ങൾ വന്നു. നമ്മുടെ ലോക്സഭ അതുപോലെ രാജ്യസഭ കാര്യങ്ങൾ തന്നെയാണ്. ദ മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസ് വെയർ ചൂസൺ ബൈ ഡയറക്റ്റ് ഇലക്ഷൻ. എന്താണ് ഇതിൽ വരുന്ന മെമ്പേഴ്സ് എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്? ഡയറക്റ്റ് ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഈ ഒരു ലോവർ ഹൗസും അപ്പർ ഹൗസുമായിട്ട് ബന്ധപ്പെട്ട കോമ്പോസിഷൻ കൂടെ നമുക്കൊന്ന് പഠിച്ചു വെക്കാം. ലോവർ ഹൗസ് എന്ന് പറയുമ്പോൾ എന്താണ് 145 മെമ്പേഴ്സാണ് ലോവർ ഹൗസിൽ ഉണ്ടായിരുന്നത്. ഹൂ വെയർ എയ്തർ നോമിനേറ്റ് ഓർ ഇൻഡയറക്ട്ലി എലക്ടഡ് ഫ്രം ദ പ്രൊവിൻസസ്. അവരെന്താണ് ഒന്നുകിൽ നോമിനേറ്റ് ചെയ്യും അല്ലെ, അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഈ പറയുന്ന പ്രൊവിൻസിൽ നിന്നും അവരെ തിരഞ്ഞെടുക്കും. 3 വർഷമാണ് അവർക്ക് ടെന്യർ ഉണ്ടായിരുന്നത്. 41 നോമിനേറ്റഡ് മെമ്പേഴ്സും 104 എലക്റ്റഡ് മെമ്പേഴ്സും. അതാണ് 145 എന്ന രീതിയിൽ പറഞ്ഞത്. ഇവിടെ മെജോറിറ്റി എന്ത് തന്നെയാണ് എലക്റ്റഡ് മെമ്പേഴ്സാണ്. നോമിനേറ്റഡ് മെമ്പേഴ്സും വരുന്നുണ്ട്. 104 എലക്റ്റഡ് മെമ്പേഴ്സ് ഉണ്ട്. അവിടെ 52 ജനറൽ കാറ്റഗറി, 30 മുസ്ലിം, 2 സിഖ്, 20 സ്പെഷ്യൽ കാറ്റഗറിയാണ് ഉണ്ടായത്. നോമിനേറ്റഡ് എന്താണ് 26 ഒഫീഷ്യൽ നോമിനേറ്റഡ് മെമ്പേഴ്സും 15 നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സും ആണല്ലേ. ഒഫീഷ്യൽ എന്ന് പറയുന്ന സമയത്ത് ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആയിരിക്കും അവിടെ വരുന്നത്, ഗവൺമെന്റ് സെർവൻസ് എന്ന രീതിയിൽ വരും. 15 നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് എന്താണ് ഗവൺമെന്റ് സെർവൻസ് അല്ലാത്ത ആളുകളും വരും. സോ ഈ നമ്പേഴ്സ് ഒക്കെ പഠിച്ചു വെക്കണം. 145 മെമ്പേഴ്സാണ് ലോവർ ഹൗസിലുണ്ടായത്. അവിടെ 104 ആളുകൾ എലക്റ്റഡ് മെമ്പേഴ്സും 41 നോമിനേറ്റഡ് മെമ്പേഴ്സുമാണ്. ഇനി അപ്പർ ഹൗസിന്റെ കാര്യം നോക്കുന്ന സമയത്ത് എന്താണ് 60 മെമ്പേഴ്സാണ് അപ്പർ ഹൗസിലുണ്ടായിട്ടുള്ളത്. അതുപോലെ 5 വർഷമാണ് ടെന്യർ വരുന്നത്. 26 നോമിനേറ്റഡ് മെമ്പേഴ്സും 34 എലക്റ്റഡ് മെമ്പേഴ്സുമാണ്. 34 + 26 60 ആണല്ലേ. അതിൽ തന്നെ എന്താണ് 20 ജനറൽ ഇലക്ഷൻ കാറ്റഗറിയിൽ 20 ജനറൽ സീറ്റ് ഉണ്ട്. 10 മുസ്ലിം, 3 യൂറോപ്യൻസ്, 1 സിഖ് എന്ന രീതിയിലാണ് ഈ പറയുന്ന ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് സീറ്റ് വിഭജനം വന്നത്.
ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കണം. അപ്പർ ഹൗസിൻ്റെയും ലോവർ ഹൗസിൻ്റെ കോമ്പോസിഷനും കാര്യങ്ങളും ചിലപ്പം ചോദ്യങ്ങൾ വരും, അതുകൂടെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടാൽ മതി, ആ രീതിയിൽ ചോദ്യം വന്നാൽ നമുക്ക് മിസ്സാവരുത്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇറ്റ് റിക്വയർ ദാറ്റ് 3 of the 6 members of Viceroy's Executive Council other than Commander-in-Chief were to be Indian. എന്താണ് വൈസ്രോയിസ് എക്സിക്യൂട്ടീവ് കൗൺസിലെ അതുവരെ ബ്രിട്ടീഷുകാർ അടക്കി ഭരിച്ച വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ 50%-ലധികം മെമ്പേഴ്സ് നമ്മുടെ ഇന്ത്യക്കാർ ആയിരിക്കണം എന്നൊരു നിബന്ധന കൂടെ വന്നു അല്ലേ. ബട്ട് അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്, അതർ ദാൻ കമാൻഡർ-ഇൻ-ചീഫ്. ഓക്കെ, അദ്ദേഹം ഒഴികെയുള്ള ബാക്കി 3 മെമ്പേഴ്സ് എന്താണ് ഇന്ത്യക്കാർ ആയിരിക്കണം, മസ്റ്റായിട്ട് ഇന്ത്യക്കാർ ആയിരിക്കണം എന്ന കാര്യം കൂടെ വന്നു. ഇറ്റ് എക്സ്റ്റെൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ ബൈ പ്രൊവൈഡിംഗ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഫോർ സിഖ്, ഇന്ത്യൻ ക്രിസ്ത്യൻ, ആംഗ്ലോ ഇന്ത്യൻ ആൻഡ് യൂറോപ്യൻസ്. ഓൾറെഡി നമ്മൾ 1909 പറഞ്ഞിട്ടുണ്ട് അല്ലേ, കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ, സെപ്പറേറ്റ് ഇലക്ടറേറ്റ് മുസ്ലിംസിന് നൽകിയ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ കുറച്ച് വിഭാഗങ്ങളിലേക്ക് കൂടെ ഇൻക്രീസ് ചെയ്തു. സിഖുകാർ, ഇന്ത്യൻ ക്രിസ്ത്യൻസ്, ആംഗ്ലോ ഇന്ത്യൻസ്, യൂറോപ്യൻസിൽ കൂടെ ഈ പറഞ്ഞ കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ നടത്തിയല്ലേ. എന്താണ് അവിടെ വരുന്നത്, ആ ഒരു വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ഷൻ ആ ഒരു വിഭാഗങ്ങൾക്ക് ആളുകളുടെ ഇടയിൽ മാത്രം നടത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ അവിടെ വന്നത്. അതുപോലെ എന്താണ്, ഇറ്റ് ക്രിയേറ്റഡ് ന്യൂ ഓഫീസ് ഓഫ് ഹൈ കമ്മീഷണർ ഫോർ ഇന്ത്യ ഇൻ ലണ്ടൻ ആൻഡ് ട്രാൻസ്ഫേർഡ് ഹിം സം ഓഫ് ദ ഫംഗ്ഷൻ പെർഫോംഡ് ബൈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. അവിടെ എന്താണ്, ഒരു ഹൈ കമ്മീഷൻ അല്ലേ, ഹൈ കമ്മീഷൻ ഫോർ ഇന്ത്യ, ലണ്ടനിലൊരു ഇന്ത്യക്ക് വേണ്ടി ഒരു ഹൈ കമ്മീഷൻ സ്ഥാപിക്കുകയും ചെയ്തു. അതൊരു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പല ഫംഗ്ഷനും എന്താണ് ഈ ഒരു ഹൈ കമ്മീഷനിലേക്ക് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്താണ്, ഇറ്റ് ഓൾസോ പ്രൊവൈഡ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻ. നമ്മുടെ UPSCയുടെ ആദ്യകാല രൂപം വന്നു അല്ലേ. ഹെൻസ് സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ വാസ് സെറ്റപ്പ് ഇൻ 1926 ഫോർ അപ്കമിങ് റിക്രൂട്ട്മെന്റ് ഓഫ് സിവിൽ സർവീസിന്റെ ഭാവിയിലെ റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് 1926 എന്താണ് സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ഇറ്റ് സെപ്പറേറ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം പ്രൊവിൻഷ്യൽ ബഡ്ജറ്റ് ഫ്രം സെൻട്രൽ ബഡ്ജറ്റ്. എന്താണ് പ്രൊവിൻഷ്യൽ ബഡ്ജറ്റിന് സെൻട്രൽ ബഡ്ജറ്റിൽ നിന്നും വേർതിരിക്കുന്ന കാര്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആൻഡ് ഓതറൈസ്ഡ് ദ പ്രൊവിൻഷ്യൽ ലെജിസ്ലേഷൻ ടു എനാക്ട് ദ ബഡ്ജറ്റ്. പ്രൊവിൻഷ്യൽ ലെജിസ്ലേഷൻ എന്താണ് അവരുടെ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട അലോക്കേഷനും കാര്യങ്ങൾ സ്വയം തീരുമാനിക്കാനുള്ള അധികാരം നൽകി. അതുപോലെ 1921 കാലഘട്ടങ്ങളിൽ എന്താണ് ജനറൽ ബഡ്ജറ്റിൽ നിന്നും റെയിൽവേ ബഡ്ജറ്റിന് സെപ്പറേറ്റ് ചെയ്ത കാര്യം കൂടെ ഇവിടെ നിന്ന് ഓർത്തു വെക്കണം, ഇവിടെ ഞാൻ കൊടുത്തിട്ടില്ല. അതുപോലെ ഇറ്റ് പ്രൊവൈഡഡ് ഫോർ ദ അപ്പോയിന്റ്മെന്റ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ ടു ഇൻക്വയർ ഇൻ ടു റിപ്പോർട്ട് ഓൺ ഇറ്റ്സ് വർക്കിംഗ് ആഫ്റ്റർ 10 years ഓഫ് കമ്മിങ് ഇൻ ടു ഫോർ സൈമൺ കമ്മീഷൻ. ഇതെന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന 1917 കാലഘട്ടങ്ങളിൽ എന്താണ് ഈ ഒരു നിയമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നു അല്ലേ. 1917 ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1917 ഇതുമായിട്ട് ബന്ധപ്പെട്ട 1919 ആക്ട് പ്രഖ്യാപിക്കുന്ന ഒരു ഉത്തരവാദിത്ത ബോധമുള്ള ഗവൺമെന്റ് സ്ഥാപിക്കണം എന്ന രീതിയിലൊരു പ്രഖ്യാപനം 1917 നടത്തിയെന്ന് പറഞ്ഞു അല്ലേ. സോ ഇത് 10 വർഷം, അടുത്ത 10 വർഷം എന്ന് പറയുമ്പോൾ 1927 ആകുന്നതിന് ഇടയിൽ ഈ പറഞ്ഞ ഉത്തരവാദിത്ത ബോധമുള്ള ഗവൺമെന്റ് ഇവിടെ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലായിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു കമ്മീഷൻ നിയോഗിച്ചു. ആ ഒരു കമ്മീഷനെ നമ്മൾ സൈമൺ കമ്മീഷൻ എന്ന പേരിൽ വിളിക്കുന്നത്. ഓക്കെ, ഇനി സൈമൺ കമ്മീഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടെ പറയാണ്ട് അത് നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ പറയാം. ഈ ഒരു ക്ലാസ്സിൽ സൈമൺ കമ്മീഷൻ കൂടെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരും. സോ വളരെ പ്രധാനപ്പെട്ട ആക്ടാണ് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അത് നമ്മൾ സ്കിപ്പ് ചെയ്യാനേ പാടില്ല. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടും അതുപോലെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഇത്രയും കാര്യങ്ങളെങ്കിലും പഠിച്ചു വെക്കണം. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാത്തിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. എല്ലാത്തിലേക്കും നമ്മൾ പോയി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് അതിന് മാത്രമായിട്ട് ക്ലാസ് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് ഇനി ആഡ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് അക്കാഡമിക്സിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അതിൽ മിസ്സായി പോയിട്ടുള്ള പ്രീവിയസ് ഇയറിൽ വന്ന പരമാവധി കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇനി പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കാഡമിക്സിൻ്റെ ഒഫീഷ്യൽ ഗ്രൂപ്പിലേക്ക് ഇടാം. അതുപോലെ തന്നെ നമ്മൾ എന്തായാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അത് ഓരോ ടോപ്പിക് വൈസിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇവിടെ നമ്മൾ വിട്ടുപോയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമ്മൾ ചർച്ച ചെയ്യും. നമ്മൾ എന്തായാലും ഒരു കാര്യം പോലും വിട്ടുപോകാത്ത രീതിയിലാണ് ഫൈനൽ ക്ലാസ് അവസാനിപ്പിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് കിട്ടും. എല്ലാം ക്ലാസ് തന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. സോ അങ്ങനെ മിസ്സായി പോയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പ്രീവിയസ് ഇയർ SSC ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും. സോ ഇത്രയുമാണ് നമുക്ക് ഇവിടെ പറയേണ്ടത്. ഞാൻ സ്ഥിരം പറയുന്നത് പോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് എന്നോട് വന്ന് ചോദിക്കാം. അക്കാഡമിക്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലൊക്കെ വന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ നമുക്ക് എന്തായാലും ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടില്ല. അതായത് ക്രൗണിൻ്റെ അധികാരവുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാപിക്കപ്പെട്ട നിയമങ്ങൾ കഴിഞ്ഞിട്ടില്ല.
ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സൈമൺ കമ്മീഷൻ ഇതിനിടയിൽ നമുക്ക് പറയാണ്ട്, അതുപോലെ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പറയാണ്ട്, അതിനിടയിൽ വന്ന ഓഗസ്റ്റ് ഓഫർ പറയാനുണ്ട്, അതുപോലെ ക്രിപ്സ് മിഷൻ പറയാനുണ്ട്, വേവൽ പ്ലാൻ പറയാനുണ്ട്, ക്യാബിനറ്റ് മിഷൻ പറയാനുണ്ട്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പറയാനുണ്ട്. സോ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളായിട്ട് ചർച്ച ചെയ്യാം. ഇതുവരെ കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി.